സദ്ഗുരുവേ ശരണം. ഞാനിന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത് ഗുരുധർമ്മ സംരക്ഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നായ നമ്മുടെ ഗുരുവിന്റെ പ്രഭാഷണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വരുന്നത്. അത് എന്തെന്നാൽ, കഴിഞ്ഞ പൗർണമിക്ക് ചെയ്തിരുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ പൗർണമി ദിവസങ്ങളിലും ഞങ്ങൾ ഗുരുവിന്റെ പ്രഭാഷണം പ്രദർശനം ചെയ്യുകയാണ്. ഗുരുധർമ്മ സംരക്ഷണ സംഘം ഓഫീസിന്റെ മുന്നിലാണ് പ്രദർശനം ചെയ്യുന്നത്. അത് 4 മണിക്കൂർ ഞങ്ങൾ പ്രദർശനം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കാനും ഗുരുവിന്റെ വാക്കുകൾ എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടെയാണ് ഇത്. പലരും മറച്ചു വയ്ക്കുന്ന, അല്ലെങ്കിൽ ഗുരുവിന്റെ സംഭാഷണം കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗുരുവിന്റെ സംഭാഷണം കേൾപ്പിക്കാത്ത ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതിനെ അങ്ങനെയല്ല. ഗുരുവിന്റെ പ്രഭാഷണവും സംഭാഷണങ്ങളും കേട്ടാൽ മാത്രമേ നമ്മുടെ പരമ്പരയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഗുരു പറയുന്ന കാര്യങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഗുരുധർമ്മ സംരക്ഷണ സംഘം തീരുമാനിച്ചത്. ഇന്ന് പ്രദർശനത്തിനായി വെക്കുന്നത് 56, 59 ഈ 2 ഗുരുവാണികളാണ്. ഈ ഗുരുവാണികളുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഈ ഗുരുവാണിയിൽ കൂടെ ഗുരു പരമ്പര എങ്ങനെ നയിക്കണം, പരമ്പരയെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്, പരമ്പരയ്ക്ക് വേണ്ടി ഗുരു എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി ഒന്നും ആരും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. പക്ഷേ അനുസരിച്ച് ആദരിച്ച് പോയാൽ മതി എന്നുള്ളതും കൂടെ എടുത്തു പറയുന്ന ഒരു ഗുരുവാണിയാണ് ഇത്. നമ്മുടെ ഗുരുവാണി ഭാഗം 2 എന്ന പുസ്തകത്തിൽ ഇത് വായിക്കുന്നവർക്ക് വായിക്കാവുന്നതാണ്. പിന്നെ ഇതിന് കൂടുതൽ ബൈബിളിനെ പറ്റിയുള്ള കാര്യങ്ങളും 155, 56 എന്നുള്ള ഗുരുവാണികൾ നമ്മുടെ എല്ലാ പുസ്തകത്തിലും, 2 പുസ്തകം ഇറക്കി 2ലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങൾ എല്ലാവരും അറിയുകയും പരമ്പരയുടെ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യത്തിനും വരും തലമുറയ്ക്കും ഉതകുന്ന വിധത്തിൽ ഗുരു പറഞ്ഞു വച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ എല്ലാവരും കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗുരുവാണി ഇവിടെ പ്രദർശനം ചെയ്യുന്നത്. സദ്ഗുരുവേ ശരണം. ആ ജ്ഞാനിയുടെ പരമ്പരയിൽ എത്തിയിട്ട് അവൻ തിരിച്ചു നിൽക്കുകയാണ്. എങ്ങനെ? അത് ബ്രഹ്മനിശ്ചയമാണ്. അതേതെങ്കിലും ഒരു അത്യാവശ്യം ഒന്ന് തോന്നുമ്പോൾ ആ ഭാഗത്ത് കൊണ്ടുവന്ന് ജനിപ്പിക്കും. അങ്ങനെ വന്നവരാണ് മുൻപ് പറഞ്ഞ മഹാത്മാക്കൾ. എല്ലാവരും ആ നിലയിൽ വരിയില്ല. അങ്ങനെയുള്ള ഒരു പരമ്പരയെ വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എത്രയേ വലിയ ആഗ്രഹങ്ങളോടുകൂടി കർമ്മം ചെയ്യണം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കർമ്മവും എങ്ങനെ അതിലേക്ക് എത്തിച്ചേരണം, എങ്കിലാണ് നിങ്ങൾക്ക് ആ കർമ്മം വന്നു ചേരുക. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ എത്ര ദൂരം കിടക്കുകയാണ്. നിങ്ങൾക്ക് മാനിക്കാനേ അറിയില്ല, ചരിത്രത്തെ പറ്റി അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ സൂത്രത്തിൽ കണ്ടാൽ അവിടെ ഒരു ചീത്ത ഉടച്ചു വാർത്ത് വെക്കാൻ നോക്കും. അതാണ് നിങ്ങളുടെ ആ പരിചയം. ഇതിൽ നിന്നെല്ലാം മാറി വരാൻ തന്നെ നിങ്ങൾ എത്ര കാലമെടുക്കും? നിങ്ങൾക്ക് എന്തെല്ലാം ദൂരമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതിനെല്ലാം ദൈവത്തിന്റെ ഏതോ ഒരു സ്നേഹം, ആ ബ്രഹ്മനിശ്ചയം ഏതോ കാലം കൊണ്ട് സ്നേഹം ഈ ശൂദ്രവർഗത്തോട് വെച്ചിരിക്കുക. അതിനാണ് ഉദാഹരണമായി ഈ ശ്രീകൃഷ്ണന്റെ ജന്മം ഈ ഇത്ര താഴ്ന്ന യാദവ കുടുംബത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് അതിൽ കൂടി നമുക്ക് ഒരു ഗുരുപരമ്പരയുടെയും ദേവന്മാരുടെയും ചരിത്രം സൃഷ്ടിച്ചിട്ട് അതെന്തുപോലെ ഇരിക്കണമെന്ന് കാണിച്ച ഒരു മഹാനാണ് ശ്രീകൃഷ്ണൻ. അത് കഴിഞ്ഞ് ബുദ്ധൻ, അത് കഴിഞ്ഞ് ദയാനന്ദ സരസ്വതി, ശങ്കര പരമ്പര, അങ്ങനെ അനവധി എത്രയോ പരമ്പരയായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് ലഭിക്കാതെയും ഉതകാതെ ഇരിക്കുകയാണ് ഇന്നത് വരയ്ക്കും.
നമുക്കിനി അത് പോരാ, ഇതെല്ലാം ഒന്ന് കാണിച്ചു തന്ന് ആ പരമ്പരയിൽ ഇത് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞ പിതൃവിന്റെ ദോഷം, ആ രാശിയും ആ ഗ്രഹനിലയും തെറ്റി നിന്നാൽ എത്ര വലിയവൻ ജനിച്ചാലും അവന് തെറ്റുവരുത്താൻ അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്ന പരസ്പരമുള്ള ബന്ധങ്ങൾ അത് അവര് തമ്മിൽ ഉടയ്ക്കും. അപ്പൊ ഇതിനും കൂടി കണ്ടണ്ട് ബ്രഹ്മനിശ്ചയം ഇപ്പോൾ ഒരു ഏർപ്പാട് ചെയ്തിരിക്കുക. അതിന് ഉദാഹരണമായി ഇവിടെ എന്റെ കൂടെ നിന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പലതും കണ്ട കൂട്ടത്തിൽ ഒന്ന് എന്നതിൽ കവിഞ്ഞ് ആർക്കും അത് മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഉദാഹരണം, ഇവിടെ എന്റെ കൂടെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നതിൽ ഒരു 4-5 പേര് ഇപ്പോഴും ഇവിടെയുണ്ട്. അതിലൊന്ന് ബാബുവാണ്, വേറെ ഇവിടെ തങ്കപ്പനുണ്ട്, ഒന്ന് പ്രഭാകരനുണ്ട്. ഇവരെല്ലാം അവർക്കെല്ലാം എന്നോട് ആത്മാർത്ഥതയുണ്ട്, സ്നേഹമുണ്ട്. ഇതുപോലെ ഇനി കുറച്ചു പേരുണ്ട്, സഹദേവനുണ്ട്. ഇതെല്ലാം അവരെ എണ്ണിക്കൊണ്ട് കണ്ടതാണ്, അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞു കേട്ടതൊന്നുമല്ല. അവർക്കൊന്നും അറിയാൻ വയ്യാത്ത ആളുകളായിരുന്നിട്ട് പോലും അവരിത് മുന്നിൽ കണ്ടിരിക്കുകയാണ്. അവര് കുറെ വെറും പഠിക്കാത്ത പിള്ളേരുമല്ല, പഠിച്ചവരുമാണ്, അക്ഷരമില്ലാത്തവരുമല്ല. പിന്നെ അങ്ങ് ഡിഗ്രി എടുത്ത് അങ്ങ് നിലയിലെത്തിയില്ലെന്ന് മാത്രമല്ലാതെ അവർ പഠിച്ചവരുമാണ്. കുറെയൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. പിന്നെ ലോകത്തെ കുറെ കാര്യങ്ങൾ പരിചയമുണ്ട്. പക്ഷെ എന്തെല്ലാമായിട്ടും ഇവർക്കിതിന്റെ തൂക്കത്തോളം അവർക്ക് മനസ്സിലായില്ല. ഇവിടെ അതിന്റെ മനസ്സിലായില്ല എന്നുള്ള ഒരു ഖേദം ഇപ്പോഴും ഞാൻ അവനെ നിർത്തിക്കൊണ്ട് പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒന്നുകൂടെ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് എന്താണ്, നമ്മുടെ അറിവിന്റെ ആ ദോഷം എത്രത്തോളം തീണ്ടിയിരിക്കുന്നെന്നാണ്. ഇവിടെ ഈ പ്രഭാകരനൊക്കെ ഇവിടെ ഉള്ളപ്പോഴും ബാബു അന്ന് പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇവിടെ ഒളിച്ചോടിയതുപോലെ വന്നിരുന്നിട്ട് എന്നെ ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെ അടിയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് വീട്ടിൽ ഒളിച്ചിരുത്താൻ കൊണ്ടുപോയി അവിടെ നിന്ന് അടിയുണ്ടാക്കാൻ ശ്രമിച്ച കഥ വരെ അവർക്കറിയാം. ഇവർ രണ്ടുപേരാണ് എന്നെ കൊണ്ടാക്കിയത്. ഓർമ്മയുണ്ടോന്നറിയില്ല. മണമ്പൂര് കൊണ്ടാക്കിയതോ. അപ്പൊ ഇതൊക്കെ ഈ കണ്ട പരിചയം എന്താണ് കാരണം? അപ്പോഴപ്പോ അറിയിപ്പ് കിട്ടുക. ഈ അറിയിപ്പ് പ്രകാരം ഇവിടെ ഓരോന്നും നടക്കുന്നു. ഇവർ പേടിച്ചിട്ട്, മാധവനുണ്ടോ ഇവിടെ? മാധവനും കൂടിയാണ് എന്റെ കൂടെ വന്നത്. പക്ഷെ ഞാൻ മറിപ്പ് കിടന്ന് വിളിച്ചിട്ട് പോകാത്ത ഒരു വീട്ടിൽ ഞാനന്ന് ഇവരും പറഞ്ഞ് അവരെത്രേ കാലം കൊണ്ട് വിളിക്കുകയാണ്, ഒന്ന് പോവാ. ഓ, ഞാനും വിചാരിച്ചു ശരി, അവരെത്രേ കാലം കൊണ്ട് വിളിക്കുക, പോവാ. പോയി അന്ന് വേറൊരുത്തൻ എന്നെ വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വേറൊരുത്തൻ വന്ന് വിളിച്ചോണ്ട് പോയി. കാർ കൊണ്ടുവന്ന് ഞാൻ അതിൽ പോയി. തിരിച്ചു വന്നപ്പോ ഇവര് എന്നെ അടിക്കാൻ വടി തടി വകയായിട്ട് നിൽക്കുക. ഇതെന്റെ ഒരു അനുഭവമാണ്. എന്താണ് കാരണം? ഒരെഴുത്ത് അവരുടെ വീട്ടിൽ എന്നോ അയച്ചത് ആ പെണ്ണുപിള്ളക്ക് എഴുത്തറിഞ്ഞുകൂടായിരുന്നു. വല്ലയിടത്തുമൊക്കെ മുക്കി അയക്കാനേ അറിയുണ്ട്. ഇതെന്നുള്ള തീയതിയാണെന്ന് ആ എഴുത്തിൽ നോക്കിയില്ലായിരുന്നു. അതിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും, ഇല്ലേ? ഒന്ന് പൊങ്ങി ഒന്ന് കണ്ടോട്ടെ. ഒന്ന് പൊങ്ങ, ഒന്ന് കാണട്ടെ. മനക്കേട് വരുന്നുണ്ടാ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നിങ്ങളൊന്ന് പൊങ്ങിയാ മതി. വൈദ്യര് അതിന്റെ ഇടതുപക്ഷം ഒന്ന് പൊങ്ങാനുണ്ടോ? ഇടതുപക്ഷം ഉണ്ടോ ഇവിടെ? പോയാ? അപ്പൊ ഇരുന്നോ. ഇവരുടെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്നാ ഈ സംഭവം ഉണ്ടായത്. അറിയാല്ല അല്ലേ? അറിയാം.
ഇതെന്താ കാരണമെന്ന് അതും അവർക്കറിയാം. പക്ഷെ 4 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോ ഇവിടെ ഒരു സ്വാമി വരുമായിരുന്നു. കാറിൽ അപ്പോഴപ്പോ പ്രത്യക്ഷപ്പെടും. നെല്ലും അരിയും ചാക്കും അതും ഇതും ഒക്കെ കെട്ടിച്ചുവന്നുകൊണ്ട് പോകുന്ന തനിക്ക് നിറം പകർന്ന പേപ്പറിൽ വരുന്നതാ. അപ്പൊ ഇങ്ങനെ അത് തന്നെ തുടർച്ചയായിട്ട്. കാരണം എന്താണ്? ഇവരുടെ ഒരു കുട്ടി ജീവിതത്തിൽ ഇനി ജീവിക്കില്ല, കെട്ടിത്തൂങ്ങിക്കളയുമെന്ന് പറഞ്ഞിട്ട് ഒരുങ്ങി. പല ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ടേ ഉള്ളൂ, ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ വക്കത്തിരുന്നപ്പോ ഇവൾ ഇന്ന് മരിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഇവർ വന്ന് ഞാൻ അവിടെ ചെന്ന് പോയി എന്റെ കാര്യമൊക്കെ പറഞ്ഞ് തൂക്കങ്ങ് മതിയാക്കി. പിറ്റേ ദിവസം ഇതിന് കാരണക്കാരനായ ഒരു ചെറുക്കൻ, അവനെ അറിയാല്ല, നിങ്ങളിത് നോക്കിക്കൊള്ളണം എന്റെ അനുഭവം. ഇവനെ വിളിച്ച് 2.5 മണിക്കൂർ ഞാൻ ആ റോട്ടിൽ തന്നെ നിന്നു. അപ്പൊ ബെയിൽ കൊണ്ട് വിയർക്കുന്നെന്നും പറഞ്ഞ് ഈ വീട്ടുകാരൻ ഈ കുട പിടിക്കാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇയാൾക്ക് അടുത്ത് വരാൻ വയ്യാത്തതുകൊണ്ട്, കാരണം ഈ ചെറുക്കൻ നിൽക്കുക, അതുകൊണ്ട് വേറൊരു ചെറുക്കന്റെ കുടയും കൊടുത്തയച്ച് ഞാൻ കുടയൊന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് സംസാരിച്ച് ഇവൻ അന്ന് പോയിട്ട് വീട്ടിലേക്ക് ഇവൾക്ക് എഴുതിയ ഒരു എഴുത്തുണ്ടായിരുന്നു. ഇനി ഒരിക്കലും നാം നമ്മുടെ ഇഷ്ടത്തിന് പെരുമാറരുത്. അപ്പൊ ഇവൻ ഈ വീടിനെ ഒന്നടങ്കം നശിപ്പിക്കാൻ നിന്ന ഒരു ചെറുക്കനാ. സ്വാമി പറയുന്നതല്ലാതെ ഞാനൊരു വാക്കും കേൾക്കില്ല. ഇവനൊരു മുട്ടാളനാണ്, അതൊക്കെ അവർക്കറിയാം. ആളൊരു ഉദ്ധരണനാണ് അല്ലേ? പക്ഷേ ഇവൻ ഇങ്ങനെ എഴുതിയ ഒരു എഴുത്താണ് അവിടെ കിടന്നത്. ഇത് ഞാൻ അവിടെ ചെന്ന ദിവസം കിട്ടി. അപ്പോഴെന്ത് വിചാരിച്ച്, എടാ ഈ സ്വാമിയാര് കൊള്ളാല്ല, നമ്മുടെ വീട്ടിൽ വരിക, അവന് കൂട്ടു നിൽക്കുക. ഇവർക്കങ്ങ് പ്രാന്തളകി കഥയൊക്കെ വെട്ടിപ്പൊളിക്കുന്ന രീതിയിലാക്കി. സംഗതി എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ ഇതെല്ലാം ഈ പ്രാന്തളകി നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി സകലതും വടിയും തടിയായിട്ട് നിന്നപ്പോഴാണ് എന്റെ കാറ് വന്ന് ഇങ്ങനെ നിന്ന്. ആ കാറ് വന്ന് നിന്നപ്പോ ഇവര് ഊക്കായിട്ട്. പക്ഷെ ഈ ഭർത്താവെന്ന് പറഞ്ഞവൻ പറഞ്ഞ്, സ്വാമി ഇപ്പോഴിപ്പോ ഇതിങ്ങനെ ഒരു നചക്കേടാ, ഞാനിങ്ങനെ പോന്ന്. പക്ഷെ ഇവരൊന്നും കാറിലൊന്നും ചീത്തയൊന്നും പറഞ്ഞില്ല. ഇവരിങ്ങനെ നോക്കി വടിയും തടിയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, ചീത്തയൊന്നും പറഞ്ഞില്ല. എന്തോ അത് അവർക്ക് തോന്നിയില്ലായിരിക്കാം. ഞങ്ങളിങ്ങനെ പോന്ന്. പക്ഷെ ഏതോ ഒരു മുടക്കുണ്ടെന്ന് ഈ കാറ് 4 പ്രാവശ്യം നിന്ന്. അപ്പോഴതെന്താണെന്ന് വ്യക്തമല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴിങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോ ഇതുപോലെയാണ് പരസ്യം വന്നത്. പക്ഷെ സംഗതി എന്താണ്? ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനും ഈ വീടിനെ രക്ഷപ്പെടുത്താനും നോക്കിയതിന്റെ ഫലമാണ്. ഇങ്ങനെ ഒരു 1000കണക്കിന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവരെല്ലാം ദൃക്സാക്ഷിയാണ്, അവർ കണ്ടു നിന്നിട്ടുള്ള കാര്യമാണ്. ഈ പെണ്ണ് നീ ചെറുക്കന് മാത്രം അറിയാം ഇതിന്റെ സംഭവം എന്താണെന്ന്. പക്ഷെ ആ വീട്ടുകാരറിഞ്ഞത് എപ്പോഴാണ്? വീണ്ടും 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. എന്നിട്ട് ആ വീട്ടുകാര് തന്നെ ഇങ്ങനെയുള്ള ഈ പേപ്പറിൽ പരസ്യം വന്നപ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ വയ്യാതെ വന്നു. അതങ്ങനെയല്ല ശരിയെന്ന് പോലും പറയാത്ത ഒരു വീട്ടുകാരാണ്. ഇതുപോലെ ഈ മാധവൻ തന്നെ, അത് കൊല്ലത്തൊരു വീട്ടിലാണ്. അവിടുത്തെ മറ്റു ചുറ്റുപാടൊന്നും ഇപ്പൊ ചുരുക്കി പറയുന്നില്ല, ഇന്ന് അവര് നല്ല പോലെ കഴിയുന്നുണ്ട്. അർക്കലക്കാരനൊരു പയ്യൻ. ആ പയ്യനെ കൊണ്ട് അവർ നന്നാകുകയും നല്ല രീതിയിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലത് തന്നെ, എനിക്കങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തതാ. ഇവിടെ ഈ പെണ്ണ് കിണറ്റിച്ചാടി ചത്ത്. ഒരു പെണ്ണ് കിണറ്റിച്ചാടിയ കാര്യമൊക്കെ അറിയാൽ, അത്ര ചുരുക്കി പറയാം. പുതിയ ആളുകളൊക്കെ അതൊക്കെ പിന്നെ അറിഞ്ഞോളൂ, കേട്ടിട്ടില്ലാത്ത. കിണറ്റിച്ചാടി ചത്ത്. അത് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെ നടന്നെന്നറിഞ്ഞ. അപ്പൊ 7 പ്രാവശ്യം പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ജയിക്കാത്ത ഒരു കുട്ടിയാണ്.
ഈ കൊല്ലത്തെ. ഈ കുട്ടി ജയിക്കാൻ കടിച്ച് സയൻസ് അവസാനത്തെ പരീക്ഷയ്ക്ക് ഒന്ന് എഴുതാൻ ഞാൻ പറഞ്ഞു. അവൾ എഴുതൂല. എഴുത്, ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ മിടുക്കാം, പക്ഷെ ഈ പഠിത്തത്തിൽ പുറകിലുവാ. അങ്ങനെയുള്ള ഒരു കുട്ടി എഴുതാൻ പറഞ്ഞ് എഴുതി. സയൻസിന് അന്ന് മാത്രമാണ് ഈ കുട്ടി പറയുന്നത്, ഞാനൊന്നും എഴുതിയിട്ടില്ല, സയൻസിന്റെ പേപ്പറിൽ ഞാൻ തൊട്ടിട്ടില്ല. ഇങ്ങനെ ഒന്ന് 2 കളം വരച്ചു വന്ന ഒരു കുത്തിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അതിന് മുൻപൊക്കെ വന്ന് പറയുന്ന തകർത്തെഴുതിയിരിക്കുന്ന. പക്ഷേ പരീക്ഷ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കയ്യിലെടുത്തു കൊടുത്ത്, നീ ദൈവത്തെ വിചാരിച്ചെഴുത്. പക്ഷെ മാർക്ക് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് കോളേജില് അന്നും കുറെ കാശ് കൊടുക്കണം, ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ ശുപാർശ വേണ്ടാതെ കയറാൻ കഴിഞ്ഞു. BA പാസ്സായി. ഇവളെ കല്യാണം ചെയ്തു. ഇവളൊക്കെ പണമൊക്കെ. പക്ഷെ ഈ പെണ്ണാണ് വേണ്ട സൗകര്യങ്ങളൊക്കെ ആയെന്ന് കണ്ടപ്പോഴ് ഇവിടെ ഈ മാധവനെ തന്നെ ഞാൻ പറഞ്ഞയച്ചു. ഒരാളെ ഒന്ന് കണ്ട് ഒരു ഏജൻസിയുടെ കാര്യം അവന് വേണ്ടി എടുത്തു കൊടുക്കണമെന്ന് പറയാം. അവിടെ ചെന്നപ്പോ ഈ പെണ്ണ് ചോദിക്കാൻ, അത് സ്വാമി പറഞ്ഞയച്ചതാ എന്ന് പറഞ്ഞപ്പോ എടുത്തതായി ഈ പെണ്ണാണ് ചോദിക്കുന്നത്, സ്വാമി ജയിലിൽ നിന്ന് ഇറങ്ങിയ. അപ്പൊ ആരോ പറഞ്ഞു കേട്ട് ഞാൻ ജയിലിലാണ്. എത്രയും അനുഭവമുള്ള ഒരു കുട്ടി ചോദിക്കുകയാണ്, അവൾ അമ്മയായി, അവളുടെ വിവേകം നോക്കണം. അവൾ BA പാസ്സായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു കുട്ടി ചോദിക്കാൻ, അത് സ്വാമി ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അതിന് എന്നിറങ്ങി. ഇതായിരുന്നു അനുഭവം. പക്ഷെ അവൻ എന്ത് ചെയ്തു? ശരി, നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല, ഇറങ്ങി ഇങ്ങ് പോന്നു. കാരണം ഇവന് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണല്ല, അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കൊള്ളില്ല. മനുഷ്യന് പിറന്നതാണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നു. ഇതെല്ലാം എന്റെ അനുഭവമാണ്. ഇതുപോലെ എത്ര അനുഭവം, ഇവിടെ പോത്തൻകോട്ടെ അനുഭവം എല്ലാം എനിക്ക്. ഇതെന്തുകൊണ്ട് വന്നതാണ്, അവരുടെ ആരുടെയും തെറ്റാണെന്ന് ഞാൻ കാണുന്നില്ല. ഈ പരമ്പരയുടെ അറിവുകേട് വാദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആരെങ്കിലും ഇത്രയേ അനുഭവമുള്ള കൂട്ടരില്ലേ ഇത് വരുമെങ്കിൽ, ഈ അനുഭവമില്ലാത്തവരുടെ കയ്യിൽ നിന്ന് എന്തായിരിക്കും വരുന്നത്? ഇവിടെ ഈ ഗന്ധർവൻ മാറിയ ഇതെല്ലാം ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുമെന്ന് പറഞ്ഞവരും ഈ ഗന്ധർവൻ മാറിയ ആളും വെളിയിൽ നിന്നും കൊണ്ട് ഇന്ന് എന്തുപോലെ നിൽക്കുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആ പരമ്പരയിലുള്ള നാശവൃത്താന്തം. ഇത് നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സംസ്കാരം വേണം. എന്നെ വിശ്വസിച്ച ആളുകളുടെ കാര്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ഇവർക്ക് തന്നെയും ഇതെല്ലാം കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. എന്റെ കൂടെ നിന്ന് ഇന്നും അവർ കാണുകയാണ്. പ്രഭാകരന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഈ മന്ത്രവാദം, വൈദ്യം, ജ്യോത്സ്യം, അല്ലാത്തത് എല്ലാം കൂടി ഞങ്ങളങ്ങ് റിസർച്ച് ചെയ്ത് അറിഞ്ഞ് കൊടുക്കുകയാണ് എല്ലാവർക്കും എന്നും പറഞ്ഞ് കേരളകൗമുദിയിലെ ഒരു പരസ്യം. ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയാണ് ഇതിന്റെ എല്ലാ ആളുകൾ. അവരിൽ നിന്ന് 2. അപ്പൊ ഇവര് ജോർജ് മാത്യുവെന്നും ഇങ്ങനെ 2 IASകാരോ കൂട്ടരോ എല്ലാം കൂടി ഇങ്ങനെ വന്ന് ഇവരെ ഒരു കണക്കിന് കൊണ്ടുവരാൻ നമ്മുടെ ഇപ്പൊ ഈ കുട്ടിയുടെ അച്ഛനെ, അതായത് ഗോപാലൻ സാറിന് കൊണ്ട് ഞാൻ വളരെ ഇവരെ കുറെ മർദ്ദനം തന്നെ ചെയ്ത് ഇവരൊന്ന് വന്നു കിട്ടട്ടെ എന്ന്. വന്നു കിട്ടി. 2-4 മാസം അതിനു വേണ്ടി മർദ്ദിച്ചതിന് ശേഷം വന്നപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രഭാകരൻ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവര് വന്ന സ്വാമി എന്ത് ചെയ്യും, അവരോട് എന്ത് പറയും? ഇവനൊരു പേടി. ഇവൻ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, വരട്ടടാ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. സംസാരിച്ച് പോയതിന് ശേഷം അവനൊരാശ്വാസം. നമ്മുടെ സ്വാമി അങ്ങ് കുപ്പയിലായ നമുക്ക് ആ വിഷമമല്ലേ, ആ സ്നേഹമാണത്.
പക്ഷെ ഈ കണ്ടതും കേട്ടതും ഒന്നും അവന്റെ തലയിൽ കയറിയില്ല. എന്താണ് കാരണം? അവന്റെ കുറ്റമല്ല, പരമ്പര അങ്ങനെയാണ്. ഈ ഇപ്പൊ ബാബു അന്ന് അതിൽ ഇന്നോളം എന്നെ പിരിഞ്ഞു നിന്നിട്ടില്ല, പിന്നെ കുറെ കല്ലാറ്റി കഴിയുന്നതാണ്. പക്ഷെ ഇവർക്കാർക്കും ഇതിനെപ്പറ്റിയുള്ള ആ ആഴത്തിലുള്ള അറിവ് എടുക്കാൻ കഴിഞ്ഞില്ല. എടുത്താൽ ഇന്നെനിക്കറിയാം, അവരിതിനെപ്പറ്റി കുറെയെങ്കിലും മനസ്സിലാകുമെങ്കിൽ, അല്ലെങ്കിൽ അറിയുമെങ്കിൽ, ഈ ജീവിതം പുല്ലാണെന്ന് കണക്കാക്കി അവരതിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കും. അതിനവർക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെവിടെ നിൽക്കുന്നെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ അത്ര ദൂരം സഞ്ചരിച്ചിട്ടും അവർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവൻ ഈ ചില കാര്യങ്ങൾ അവന്റെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ അവിടെ കല്ലാറ്റി ചെന്ന് അവനും കൂടിയുള്ള അവസരമാണ്. അവിടെ വെള്ളമില്ല, നില ഇങ്ങനെ വെടിച്ചു കീറിയിരിക്കുന്നു. ആ അവസരം അവിടെ ചെന്ന് ഇങ്ങനെ ഒരു വെള്ളം എടുക്കുന്ന ഒരു ഓലിയുണ്ട് പാറയുടെ ഇട. അവിടെ ചെന്ന് വെളിക്കിറങ്ങാൻ കുറച്ച് വെള്ളം എടുക്കാൻ നോക്കിയപ്പോ ഈ വെള്ളമില്ലാത്ത കഞ്ഞി പോലെ കുറെ ചേറിയിരിക്കുന്നത്, വേറൊന്നുമില്ല. ഞാൻ അതിനൊന്ന് ചിറ്റിയിട്ട് ഉണ്ട് പോന്നപ്പം വിചാരിച്ച് ഒരു പാട്ട വെള്ളം ആറ്റിൽ നിന്ന് കൊണ്ടുവരണം, ആറ്റിലും വെള്ളം കുറവ്, അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ ആശ്രമം കെട്ടാൻ എങ്ങനെ കഴിയും? പ്രയാസമാണ്. ഇനി ഒരു 4 ആഴ്ച കഷ്ടിച്ചേ ഉള്ളൂ, ഇതെങ്ങനെ നടക്കും എന്നൊക്കെ ഉള്ളിലിങ്ങനെ ധരിച്ചിട്ട് മിണ്ടിയില്ല, വന്നിരുന്നു. കുറെ കഴിഞ്ഞപ്പ ഈ സത്യന്റെ ഓട്ടം സത്യനെ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയായിരിക്കും. സത്യന്റെ ഓട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവൻ ഓടി ഇങ്ങ് വന്നിട്ട്, സ്വാമി സത്യനല്ല മുൻപ് വന്ന ഇവൻ വേറൊരുത്ത്, സത്യന്റെ മകനൊരുത്, അന്ന് ഇവൻ അത്രയുള്ള ഒരു പയ്യനാ. അവനിങ്ങോട്ട് ഓടി വന്നിട്ട്, സ്വാമി വെള്ളം ഉണ്ടായെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോ ഇവനിങ്ങനെ ഓടി വന്നു. സത്യൻ, സ്വാമി വെള്ളം ഉണ്ടായി. ഒരു ചിരിയുണ്ടല്ലോ സത്യൻ ഇങ്ങനെ വിളിച്ച്. അത് കഴിഞ്ഞിട്ട് അമ്മാവൻ വന്നിങ്ങനെ പാടെ അങ്ങ് വീണ്, വെള്ളം ഉണ്ടായി സ്വാമി. എന്ത് വെള്ളം ഉണ്ടായി? അപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ വേറെ ആളുകളോട് സംസാരിക്കും. നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടായി. ശരി. അപ്പോഴേ ഞാൻ എണീറ്റ് ചെന്ന് നോക്കിയപ്പോഴേ ഈ കിണർ പകുതിയായി. ഈ ആ ഉള്ള ആഴത്തിന്റെ പകുതി പൊങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ ഉണങ്ങിയ കരിയിലെല്ലാം കൂടി ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്, പൊങ്ങി വരികയാണ്. പിന്നീട് ആ കിണർ എന്നെയൊക്കെ ഇതിനെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ നടന്നു. ഇത് സിദ്ധിയാണെന്നല്ലാതെ നിങ്ങൾ പറയുമോ? സിദ്ധിയല്ല, ഞാൻ അറിഞ്ഞിട്ടേയില്ല. എങ്ങനെയോ ഒന്ന് സംഭവിച്ചതാണത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ പലതും ഇവരുടെ കണ്ണിപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു ദൈവനിശ്ചയമാണ്. ഞാൻ ഒരിക്കലും ഇതിന് ഒരു സിദ്ധി കാണിച്ചിട്ടില്ല, എനിക്കത് അറിയയില്ല എന്ന് ഇവർക്ക് എന്നെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് എന്റെ സ്വാമിയുടെ കുറെ വിദ്യയുണ്ട്, സ്വാമി പഠിച്ച ആളാണ്, വേറെ കള്ളത്തരമുണ്ട്, മന്ത്രവാദമുണ്ട് എന്ന് ധരിച്ചിട്ടാണ് ഇവരത് മനസ്സിലാക്കാത്തതെങ്കിൽ എനിക്ക് മനസ്സിലാകും എന്നിൽ കുറെ ഉണ്ട് ഈ കള്ളത്തരം. അതുകൊണ്ടാണ്. പക്ഷെ എന്നിൽ കള്ളത്തരം ആയാതി കള്ളത്തരം ഇല്ല, ഇത് സംഭവിച്ചതാണെന്ന് അവർക്കറിയാം. പക്ഷെ അവർക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് അവര് ഈ ജീവിതത്തിന്റെ ഈ ജാടയിലൊന്നും നിൽക്കില്ല. അവര് അത് മനസ്സിലാക്കിയെങ്കിൽ എനിക്കത് നല്ലപോലെ അറിയാം. പിന്നെ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് ഉദവി കിട്ടിയത്. അവരുടെ കുറ്റമല്ല, എന്റെ തെറ്റുമല്ല. എങ്ങനെയാ ഭാഗ്യക്കുറവാ. അപ്പൊ ഈ പരമ്പരയുടെ ആ ഭാഗ്യക്കുറവും ഇതിന്റെ നിലനിൽപ്പ് എങ്ങനെയെന്ന് ഒരുമിച്ച് ചിന്തിച്ചിട്ട് ഈ 9ാം ഉത്സവത്തിന്റെ അടുത്ത് നിൽക്കുക. ഇങ്ങനെയുള്ളവരാണ് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളതും അവർക്കതിനെ മാനിച്ചു കൊണ്ടുവരാനാ. അങ്ങനെയുള്ള ഒരാള് ഞാൻ ഒരു കള്ളം പറയില്ല എന്ന് അവർക്ക് ഏറെക്കുറെ അറിയാം. എന്നിട്ടും ചിലതിന് അത് സ്വാമി അങ്ങനെ പറയില്ല എന്നൊരു ധാരണയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവര് തീർത്ത് പറയില്ല.
അത് അങ്ങനെ പറയാൻ തോന്നുന്നില്ല, അതെനിക്കറിയാം. എങ്കിലും സ്വാമി ആരെങ്കിലും പറയുന്ന ചിലപ്പോ കേൾക്കും എന്നൊക്കെ ഒരു ധാരണ വന്നു പോയിട്ടുണ്ട്. സ്വാമി പറഞ്ഞില്ലെങ്കിലും സ്വാമി പറയുന്നതൊക്കെ ചിലപ്പോ ഒന്ന് കേൾക്കും, ഇങ്ങനെയൊക്കെ ധരിക്കാറുണ്ട്. പക്ഷെ അതും വേണ്ട എന്ന് ഞാൻ പറയുകയാണ്. എനിക്കൊരു ചിന്ത ഉണ്ട്, ഞാൻ അതേ വഴിയിലേ പോകും. ആരെന്നെ തിരുത്തിയാലും ഞാൻ തിരിയില്ല. അതൊന്നും ആരും മനസ്സിലാക്കുകയും വേണ്ട, അങ്ങനെ തിരിക്കും. പക്ഷെ ഞാൻ ഇത്രയും അനുഭവം വന്നിട്ട് എനിക്കിതല്ലേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു ഖേദമുണ്ട്. ഇത് ഞാൻ തീർത്ത് പറയുക. ഇതുപോലെ അനവധി സംഭവങ്ങളുടെ ഒരു ദൃക്സാക്ഷിയായിട്ട് ഇവരുണ്ട് ഇവിടെ. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു വക ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കുറ്റമല്ല, അവരുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോഴ് ഇതിലേറെക്കുറെ ഒക്കെ ഇപ്പൊ ഗീതയുടെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ട്. അവർക്കും കുറെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ പിള്ളേർക്കും കുറെ കാണാൻ കഴിഞ്ഞു. പക്ഷെ ഇവർക്കൊന്നും കൈയെടുത്ത് മുന്നിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? ഈ പരമ്പരയുടെ അറിവുകേടാ. അവര് വളർന്നു വന്നപ്പോ കണ്ടതെന്താണ്? ഈ രാഷ്ട്രീയത്തിന്റെ ഒരിയാതി കുതുകങ്ങള്. അത് കണ്ടിട്ട് അവരതിനെ പിടിക്കുവോ, ഇതിനെ പിടിക്കുവോ, വേറൊന്നിനെ പിടിക്കുവോ, വേറൊന്നിനെ നിൽക്കുവോ, അവർക്കൊന്നും അറിഞ്ഞൂടാതെ ഇങ്ങനെ അല്ലേ മലച്ചു നിൽക്കുന്ന ഒരിയാതി ആളുകളുടെ പ്രതീതിയെ ഇവരെ കാണുമ്പോ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഇതെല്ലാം ഇത്രയും അനുഭവം വന്ന ഒരു 10-15 കൊല്ലമായിട്ട് ഇത് കണ്ടിരിക്കുന്ന ഇവർക്ക് ഇത് മനസ്സിലാകുന്നില്ല, അത് ധരിക്കാൻ കഴിയുന്നില്ല. അഥവാ ധരിച്ചാൽ അത് വെളിച്ചുവിടാൻ കഴിവുള്ള ഒരു പരമ്പരയല്ല എന്ന് കണ്ടാൽ എന്ത് ചെയ്യാനൊക്കും? ഇതാണ് എന്റെ ഒരു അനുഭവം. അന്ന് ഇതിന്ന് ഇനി നിങ്ങള് കുറച്ച് കൊച്ചുകുട്ടികളാണ്, ഇവരൊക്കെ കുറെ പ്രായമായെന്ന് വിചാരിക്കുക. അവരുടെ അറിവിനൊത്ത അവർക്ക് അതേ ചെയ്യാൻ കഴിഞ്ഞുള്ളെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ പരമ്പരയിൽ അല്ലെങ്കിൽ ഇനി എനിക്ക് വളർന്ന കുട്ടികൾക്കെങ്കിലും അതെന്ത് ചെയ്യാം, എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ട ഒരു കടമ നിങ്ങളിൽ വേണം. അതിനാണ് ഞാനിത് പറയുന്നത്. അതിനൊരു 2 വഴി ഒരുക്കുക. ഒന്ന് ബ്രഹ്മചര്യത്തിൽ കൂടി നിങ്ങളുടെ മക്കളെ കുറച്ചു പേര്, അതിൽ നിന്ന് നിങ്ങളെ ഒരു മക്കളിൽ നിന്ന് 1000 പേരെ പകർന്നാലും ഒരു 20,000-30,000 ജനങ്ങളെ പകരാം. അങ്ങനെ നിങ്ങൾ മുതൽക്കൂട്ടുണ്ടാക്കിയാൽ അവരിൽ നിന്ന് എത്ര പകരാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സമ്പത്ത് നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു? ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം പറയാം. ആരും കടം വാങ്ങിച്ച് ഇങ്ങനെയൊന്നും ആശ്രമം നടത്തിയിട്ടില്ല, നടത്താറുമില്ല. അന്ന് കടവും വാങ്ങിച്ച് ഞാൻ നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? എനിക്ക് എന്റെ വീടിനെ അന്വേഷിക്കാനല്ലെന്നും ഒക്കെ നിങ്ങൾക്ക് കുറെ മനസ്സിലായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അത് പറയുന്നുമില്ല. പക്ഷെ നിങ്ങൾ അതിന് അങ്ങനെ ധരിക്കുമെന്നും എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ധരിക്കില്ല. ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ ധരിക്കില്ല. അത് നല്ലതന്നെ. എന്നാൽ ഇതിങ്ങനെ എനിക്ക് കിട്ടിയ ആ വാക്കിന്റെ വലിപ്പത്തിൽ എനിക്കൊരറിവുണ്ട്. ഇത് താഴെ പോകില്ല. അത് തന്നെയാണ് എന്റെ ധൈര്യം. ഇനി ആരെല്ലാം എന്ത് ചെയ്താലും ഇത് താഴെ പോകില്ല. ഞാൻ ചെയ്യുന്ന കാര്യം വെറുതെ ആകില്ല. കുറെ ആളുകൾ പിന്നെ കളിച്ചു കളയുമായിരിക്കും, കുറെ ആളുകൾ മോട്ടിക്കുമായിരിക്കും, കുറെ ആളുകൾ നല്ലത് ചെയ്യുമായിരിക്കും, കുറെ ആളുകൾ സേവനം ചെയ്യുമായിരിക്കും. പക്ഷെ ഇതെല്ലാം കൂടി കുഴഞ്ഞും തിരിഞ്ഞിത് ഇവിടെ കിടക്കും. അതുകൊണ്ട് ഇത് ഞാനൊരു കാര്യം, ഈ ഭൂമി കിട്ടുന്നത് വരെ ഞാൻ അത് ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊണ്ടു നടക്കണം. ഭൂമി കിട്ടിയതിന് ശേഷം ഇനി ഇതിങ്ങനെ കൊണ്ടുപോയാൽ പോരാ. കടം വാങ്ങിച്ചാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെയാണ് ആദ്യം ആയുർവേദം ഒന്ന് തുടങ്ങാൻ. ആ കല്ലിട്ടത് തന്നെ സാധനം തെറ്റിച്ചായിട്ടത്. പക്ഷെ ആ തെറ്റിച്ചിട്ട കല്ലുകൊണ്ട് തെറ്റിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നോ? എന്താ മനസ്സിലായി? അപ്പൊ അത് വാസ്തവത്തിൽ ഒരു വെട്ടിപ്പിടിയല്ലേ? ഒരു സന്യാസിക്ക് കൊള്ളാം. വെയിലിക്ക് പുറത്തു കൊണ്ട് കല്ലിടുക എന്ന് പറഞ്ഞ എന്ത് വിട്ടിത്തരമാണ്? മിണ്ടില്ല. നമുക്ക് കിട്ടിയ വെയിലിയുടെ അകത്ത് അതും പിന്നെ ദിവസം തോറും നീങ്ങി അപ്പുറത്തോട്ട് പോകും. വെയില് താൻ അറിയാതെ നീങ്ങും. കാരണം ഇത് മനഃപൂർവ്വമല്ല. ഞങ്ങൾക്ക് മൂത്രം ഒഴിക്കാനും കൂടി ഇടമില്ല. ചുരുക്കാതാ.
അപ്പൊ അതിന് ഇങ്ങനെയൊക്കെ ഒന്ന്, പക്ഷെ എനിക്കത് കിട്ടുമെന്നൊരു തോന്നല്, അതാണ് കാരണം. അല്ലാതെ വെറുതെ അല്ല, എങ്ങനെയെങ്കിലും കിട്ടും ഇത്, അതേ ഉള്ളു. അല്ല ഇന്നമാര് കിട്ടുമെന്നൊന്നും ഓർമ്മയില്ല. പക്ഷെ ഇട്ടതിന്റെ 15ന്റെ അന്ന് ഈ ഭൂമി തരാമെന്ന് അവര് വന്ന് പറഞ്ഞു. അത് വാങ്ങി. അത് വാങ്ങാൻ കാരണം ചെലവൻപിള്ളയാണ് അതിന് പൈസ കൊണ്ടുവന്ന് കൊടുത്തത്. പക്ഷെ കാട്ടിക്കിടിച്ച ഈ മനുഷ്യൻ ഒരു നയാ പൈസ നക്കട്ടെന്ന് പറഞ്ഞ കൊടുക്കുന്നവനല്ല. അന്ന് എങ്ങനെയാടാ മുറിഞ്ഞത്? അത് കുപ്പിച്ചില്ലുകൊണ്ടാണ്. സാരമില്ലടാ, നാളെ അങ്ങ് പൊറുക്കും, ഇനി ഉപ്പൊന്നും തേയ്ക്കണ്ട, കാരണം ഉപ്പ് കയ്യിലുണ്ട്, ഇത് കൊടുത്താൽ തേച്ചു പോകൂലേ. ഇത് കൊടുക്കുന്നവനല്ല. പക്ഷേ ഇയാള് കൊടുത്തത് 45,000 രൂപയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുക. ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇയാൾക്ക് ക്ഷമിക്കാൻ കുറെ അറിവുകേടുണ്ട്, അത് പോട്ടെ, എങ്കിലും നമുക്ക് കൂടുതൽ കടമയുണ്ടല്ല, അതുകൊണ്ട് ഞാൻ പറയാ. പിന്നെയും കുറെ കാശ് കൊണ്ടുവന്ന് തരിക. ഇങ്ങനെയൊക്കെ തന്ന് ആ കാശ് കൊടുത്തിട്ടില്ല. ഒരു ഇടനില നിർത്തിയതുപോലെ ചിലതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നതിനുള്ള കാശ് ഇപ്പോഴും കൊടുത്തിട്ടില്ല. കുറച്ചു ഒരു ഇതിനു വേണ്ടി അത് എന്ന് പറഞ്ഞ പോലെ ഒരു കച്ചവടം ചെയ്തിരിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. ഇത് അങ്ങനെയുള്ള ആ ഭൂമി കിട്ടി ഈ കല്ല് കാരണം. ഈ ഭൂമി കിട്ടിയതിന് ശേഷം എനിക്ക് തോന്നി ഇതിനി ഇങ്ങനെ കൊണ്ടുപോകരുത്. ഒരു 5-6 കല്ല് കുഴിച്ചിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ബാബു തന്നെ പറഞ്ഞു, ഇത് കടം വാങ്ങിച്ച് സ്വാമി ആകെ കുഴപ്പമുണ്ടാക്കുകയാണ്, ഇത് ഇനി ചുമ്മാ ഇരിക്കാൻ വയ്യാത്ത രീതിയിലാക്കും എന്ന് പറഞ്ഞു. ചണ്ട തന്നെ 4 വഴിക്ക് നടന്ന് വിരിച്ച് തന്നെ എന്നെ കേക്ക പറയില്ല, അങ്ങോട്ട് മാറിയിട്ട് സാറുമായിട്ട് അങ്ങനെ വന്ന് പറയും. പിന്നെ വേറെ ഇതിനായിട്ട് ഇത് എന്ത് ചെയ്യാനൊക്കും, എന്ത് പറയാനൊക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തായാലും ആരെന്ത് പറഞ്ഞാലും കല്ല് കുഴിച്ചിട്ട് കെട്ടി അത് എങ്ങനെയൊക്കെ കടം വാങ്ങിച്ച് പെൺപിള്ളേരുടെ കരുത്തെ കിടക്കുന്നതും പറിച്ചൊക്കെ വെച്ചിട്ടോ ഇതുവരെ കൊടുത്തിട്ടില്ല. എങ്കിലും അതൊക്കെ സംഗതി ശരിയാക്കി അത് പോരാഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ ശരിയാക്കിയത് ഇന്ന് ഏതാണ്ട് ഒരു 10 ലക്ഷത്തിന്റെ വക മോട്ടിച്ചതാണ്. ഇത് ഓർമ്മയായിട്ട് വേണം കേൾക്കാൻ. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇതെന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക്, അതിന്ന് അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. ഇത് ആരെയും നശിപ്പിക്കാനല്ല, ഇത് ഏറ്റവും ഒരു നയാ പൈസ ഇല്ലാതെ തിരിച്ചു കൊടുപ്പിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾ സംശയിക്കേണ്ട, ഒരു വാക്യവും ഒരു പൈസയും ബാക്കി വയ്ക്കില്ല. എനിക്ക് ധൈര്യമുണ്ട്. അന്ന് ധൈര്യമില്ല. അന്ന് വാസ്തവത്തിന് ഇങ്ങനെ ആട്ടമാണ്. എന്താണെന്നറിയാവോ? നിങ്ങള് വേമ്പനാട്ട് കായലിൽ കൂടി വഴി പോയിട്ടുണ്ടോ എന്നറിയില്ല. പോയിട്ടുണ്ടോ? അതിന്റെ ഉള്ളവരാണ് വേമ്പനാട്ട് കായലിൽ കൂടി പോയിട്ടുണ്ടോ? എന്ത് കണ്ട് ഇങ്ങനെ എന്തെന്നും അറിയും? നിങ്ങൾ ഇവിടെ എങ്ങും പോയിട്ടില്ല. പോയെങ്കിൽ ഇത് പറയില്ല. ഊന്നിക്കുറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്, താഴെ ഇങ്ങനെ നിന്ന് ആടും. എന്താണ് ഈ അടിയൊഴുക്കൊണ്ട് എപ്പോഴും പറയുമെന്ന് അറിഞ്ഞൂടാ. ഈ ആദ്യ ആട്ടമായിരുന്നു മനസ്സിൽ. കളഞ്ഞാലും ഇതൊക്കെ കൊടുക്കാനേ ഉള്ളൂ, ആടേണ്ട കാര്യമൊന്നുമില്ല. അത്രയും ഒരു ധൈര്യം വരുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇനി നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു പരമ്പര നിലനിർത്തുന്നതിനും വേണ്ടി ഈ കള്ളത്തരമൊക്കെ ചെയ്തതാണ്. എന്തിനു വേണ്ടി? ആദ്യം നിങ്ങൾ ഗൃഹസ്ഥാശ്രമികളാണ്, നിങ്ങൾ ബ്രഹ്മചാരിയോ സന്യാസിയോ ഒന്നുമല്ല. നിങ്ങൾ വന്നു കയറിയ ഇരിക്കാനിടം വേണം. നിങ്ങൾ അവിടെ നിന്ന് കെട്ടിച്ചോന്നുണ്ടൊന്നും വരാനൊക്കില്ല. നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾ വരിയില്ല. അത് നിങ്ങളെ കള്ളത്തരമാണ്. നിങ്ങളെ സുഖപ്പെടുത്താൻ ഞാൻ ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? എങ്കിലും ഒരു കള്ളം ചെയ്ത് നിങ്ങൾ വരാനുള്ള എന്തിനാണ് ഒരു വഴി തെളിച്ചിട്ടിട്ട് അവനെ കൊണ്ട് വെട്ടിക്കുക? കള്ളമാണ് ചെയ്യുന്ന അത്രയും. ഇതെനിക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെയ്യില്ല. ഞാൻ വാസ്തവത്തിൽ മനസ്സോടുകൂടിയാണെങ്കിൽ ഇത് ചെയ്യുന്നു. ഇത് മനസ്സില്ലാതെ ചെയ്യണമെങ്കിലും ആവട്ടെ, ചെയ്യും. ഇത് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ സ്കൂളിന്റെ ഇപ്പൊ 6ാം ക്ലാസ് വരെ ആയി. ഇത്
ഒരു 4ാം ക്ലാസ് വരെയുള്ള കാര്യം അതിനൊരു 1-2 ലക്ഷം രൂപയുടെ ചെലവും ഇപ്പൊ ഇതിനിടയ്ക്കായിട്ടുണ്ട് ഈ സ്കൂളിന് വേണ്ടി. പിന്നെ ഭൂമിയുടെ വില ഇത് ഇത്രയും നോക്കുമ്പോ അതൊരു തുകയിൽ അത് നിൽക്കുകയാണ്. ഇനി ഹൈസ്കൂൾ ആകുന്ന ഭാഗം പിന്നെ ഈ 4ാം ക്ലാസ് വരെയുള്ളത് ഈ പെൺകുട്ടികളുടെ അതല്ലെങ്കിൽ മാതൃമണ്ഡലത്തിന്റെ പേരിൽ വിടാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അതിനൊരു രജിസ്ട്രേഷനും ഒക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഈ ആമ്പിള്ളേരുടെ നടത്തിപ്പിനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അവർക്ക് വേണം ചെയ്യട്ടെ. പിന്നെ ആയുർവേദവും ആമ്പിള്ളേർക്ക് വിട്ടുകൊടുക്കാനിരിക്കുകയാണ്. അതിനൊരു ആശുപത്രിയാകാൻ ആഗ്രഹിക്കുന്നു. അത് ചിലപ്പോൾ അടുത്ത് വന്നേക്കും. പ്രസ്സും നെയ്ത്തും തയ്യലും ഇതുമാക്കിയിട്ടുണ്ട്. ഇത് വേണ്ടി വന്നാൽ ഈ വനിതാ ക്യാമ്പുകൾ എവിടെയെല്ലാം നടത്താൻ കഴിയും നടത്തുകയും ചെയ്യാം. അതുപോലെ ഈ വനിതകളുടെ സമാജത്തിൽ നിന്ന് ഈ ലോകം മുഴുക്കെയുള്ള ആളുകളെ വരുത്തി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിചയം ഇതിൽ വരുത്തി വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി പറയുന്നോന്നറിയാൻ ഞാൻ വെറുതെ ഇത് ചെയ്തതല്ല. ഇതൊന്നും നിങ്ങളെ അറിയിച്ചുണ്ടെന്ന് ഞാൻ ചെയ്തിട്ടില്ല. അതിന് വെള്ളി രാജ്യത്തുനിന്ന് വരെ എഴുത്തുകുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വന്നാൽ, നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്ന് വെക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പരമ്പരയ്ക്ക് അത് ഉതകണമെന്നോ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ, ഇതൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞു ജയിച്ചതല്ല. ഇതെല്ലാം ചെയ്തിരിക്കുകയാണ്. ആ വനിതകളുടെ കാര്യത്തില് ഇപ്പൊ ഇവിടെ ചില ആളുകൾ ഇതിനിടയ്ക്ക് എന്നോട് 1-2 പേര് പറഞ്ഞു, സ്വാമിയുടെ കാലം കഴിഞ്ഞാൽ ഇവരെവിടെ ആയിരിക്കും? വീട്ടുകാർ ചോദിക്കുന്ന. അപ്പൊ ഇവരെവിടെയാ? ഇവിടെ ഇത്രയും കാലം വന്നിട്ട് എന്തിന് മുട്ടയിട്ടതുപോലെയല്ലേ ഉള്ളു? ഇവർക്ക് ഏതെങ്കിലും വിവരമുണ്ടോ? അങ്ങനെ തയ്യാറാകുന്നു. പക്ഷെ ഞാൻ ഇവരെ അറിയിച്ചുകൊണ്ടൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് അവർക്ക് ഒരിക്കലും ഇതിൽ നിന്നൊരു നാശം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസവുമില്ല. ഞാൻ ആ നിലയിൽ ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ ആമ്പിള്ളേർക്ക് ഈ ആശുപത്രിയോ ഈ മറ്റൊരു എല്ലാം കൂടി ഇപ്പോഴൊരു 27 ഏക്കർ സാറായി ഇതിന്റെ കീഴിലുണ്ട്. ഇത് നേരെ നോക്കിയെടുത്താൽ അതിൽ 13 ഏക്കറും 14 ഏക്കറും ഒരു തോട്ടമാണ്. പിന്നെ ഒരു 7 ഏക്കർ അതിന്റെ കുറെ ഭാഗം ഒഴിച്ചാൽ അതും തോട്ടമാണ്. പിന്നെ ഇപ്പോഴത്തെ അത് ആശുപത്രിയായി മാറും. ഇത് തന്നെ ഒരു ആശുപത്രി കേന്ദ്രമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ഇതും ജോഡിച്ച് എവിടെ നിന്നെല്ലാം ധനസഹായം പിടിക്കാനൊക്കെ അതൊക്കെ ചുണയുള്ള ആമ്പിള്ളേരുണ്ടെങ്കിൽ അത് പിടിച്ചു പറ്റത്തക്ക രീതിയിൽ ഇതിന്റെ രജിസ്ട്രേഷൻ വെച്ചിരിക്കുക. അതങ്ങനെ ചെയ്തെടുക്കാൻ കഴിയും. ഇനി ഇതിന് പാടൊന്നുമില്ല. ഇല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്ക് കൈകാര്യം ചെയ്യാം? ഇവരൊന്നും അങ്ങ് നാളെ പറഞ്ഞു പോകുകയൊന്നുമില്ല. നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് എന്ന് അതിനൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. ഇത് എന്ത് ഉണ്ടെങ്കിലും ഇന്നത് നിങ്ങൾക്ക് ഇനി ആര് വന്ന് കൈകാര്യം ചെയ്താലും ഇതൊന്ന് നോക്കിയാൽ മതി, നിലനിൽക്കും. ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി നിന്ന് ഒരു രംഗത്ത് പ്രവർത്തിച്ച് മുന്നിൽ വരാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. നിങ്ങളിത് മനസ്സോടുകൂടി ചെയ്യണം, ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ പരമ്പരയിൽ ഇത് വളർന്നിട്ട് മുൻപ് പറഞ്ഞ നാശങ്ങളെല്ലാം നമ്മുടെ ഈ സംസ്കാരങ്ങളില്ലാത്ത ആ പരമ്പര എന്നുള്ള നില വിടിയിച്ചെടുത്തിട്ട് ഈ പറഞ്ഞ സന്യാസം ശങ്കര പരമ്പരയുടെ മധ്യപരമ്പരയുടെ സന്യാസമല്ല. ഇത് ഇന്ന് നമുക്ക് പറഞ്ഞു കിട്ടിയ പരമ്പരയുടെ നിലയിലുള്ള സന്യാസമാണ്. ഇപ്പൊ കർമ്മസന്യാസമാണ്. ഈ കർമ്മസന്യാസത്തിൽ കൂടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കർമ്മത്തിൽ കൂടി എടുക്കാവുന്ന സകല കർമ്മവും നമ്മൾ എടുക്കും. സകല എന്തെല്ലാം ഈ ലോകത്തുണ്ടോ അതെല്ലാം എടുക്കും. എടുത്തിട്ട് അതിന്റെ മഹിമയോട് കൂടി നിങ്ങളുടെ പരമ്പരയ്ക്ക് തള്ളും. ആ പരമ്പര ലോകത്തിൻ്റെതായിട്ട് വളരണം. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അത് നിങ്ങൾ രക്ഷകർത്താക്കൾ ആദ്യം, പിന്നെ മറ്റുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിന്ന് ഇവിടെ ജാതിയോ മതമോ ഇതിനകത്ത് തീണ്ടാതെ എല്ലാവരും നമ്മളുടെ മക്കളാണെന്നുള്ള കരുതലിനെ വളർത്തി ഈ നമ്മുടെ ഏത്
ഇങ്ങേറ്റ ഒരു കെട്ട കുഞ്ഞിനെ കിട്ടിയാൽ നമ്മളത് സ്വർണത്തിന്റെ കുഞ്ഞാക്കി മാറ്റും എന്നൊരു വാശിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട പരമ്പരയാണ്. അല്ലാതെ നിങ്ങൾ അവിടെ നിന്ന് വലിയ പിള്ളേരെ പൊക്കിയെടുത്തണ്ടോ എന്ന് ചെയ്യണ്ട. ഞാൻ പണക്കാരെ ഒരിക്കലും അങ്ങോട്ട് പോയി സ്നേഹിച്ചിട്ടില്ല, ചെയ്യില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. എനിക്ക് പണക്കാരെ സ്നേഹിക്കാൻ ധാരാളം പണക്കാരെന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവർക്ക് നിൽക്കാൻ വരെ സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല. അവർ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്താണ്? അവർ നിന്നാൽ 4 ദിവസം കഴിയുമ്പോൾ ഇവർ കുറെ പണമൊന്ന് സഹായിക്കും. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആ ത്യാഗപ്പെട്ട പിള്ളേരെ കേട്ടോ, കണ്ടില്ലടാ കിടക്കുന്നേ, ഈ ത്യാഗപ്പെട്ട് വളർത്തിയെടുത്ത ഈ തൂത്തുവാരി തളിച്ചിട്ടവനെ ഈ വിളിച്ചോളെ ഇവര്. അത് വിളിക്കാൻ സൗകര്യം കൊടുക്കൂല എന്ന്. ഇനി അവൻ എത്ര പണക്കാരനായാലും ഞാൻ കൊടുക്കൂല. ആ സൗകര്യം എനിക്ക് വേണ്ട. ഇവനെ ഇങ്ങനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ശിവേരിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങൾ പുറകെ കൈയും കെട്ടി ഇങ്ങനെ മലന്നടിച്ച് അങ്ങനെ ധിക്കാരായിട്ട് അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി നിൽക്കുന്ന നിങ്ങൾ ഇവിടെ വന്ന മര്യാദയ്ക്ക് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെ തന്നെ ഞാൻ എടുത്ത് ഉദാഹരണമായിട്ട് പറയാം. ഇവിടെ വന്ന മര്യാദയ്ക്ക് നിൽക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നിന്നില്ലേ തന്നെ എനിക്ക് ഇങ്ങനെ നിൽക്കാവോ, ഇങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊരു പൊളിച്ചിലെങ്കിലും നിങ്ങളുടെ തൊലിക്ക് വരും. അത് വരത്തക്ക വിധത്തിൽ ഞാൻ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ത്യാഗം എന്തിനു വേണ്ടിയാണ്? എനിക്കൊന്നും വിഴുങ്ങിക്കൊണ്ടുപോകാനല്ല. എനിക്ക് നിങ്ങൾ ആരും ഒന്നും തരികയും വേണ്ട. പക്ഷേ നിങ്ങൾ ഉടലോടെ എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉടലും ബാക്കി വരില്ല. അതെന്റെ ഒരു കഴിവാണെന്ന് ഞാൻ കണക്കാക്കിക്കോ, ഞാനതെടുക്കും. പിന്നെ അതെന്തിനാണ്? എനിക്ക് ഒന്നും വിഴുങ്ങിക്കൊണ്ട് പോകാനല്ലെന്ന് ഞാൻ പറഞ്ഞു. അതൊരു സാധ്യതയ്ക്ക് വേണ്ടിയാ. ഇത് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് മന്ത്രവാദമല്ല. അത് നിങ്ങൾ ധരിക്കുക, അടാ സ്വാമി അത് പറഞ്ഞല്ല, അപ്പൊ ചിലപ്പോഴൊക്കെ മന്ത്രവാദം ഉണ്ടായിരിക്കും എന്ന് ധരിക്കരുത്. എന്ന് നിങ്ങൾ ധരിക്കാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ പരമ്പരയിലുള്ള ആ അവകാശം വീണ്ടെടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. എന്താണ്? നിങ്ങളുടെ പിതൃക്കള്, നിങ്ങളുടെ ദേവന്മാര് ഈ ഗുരുപൂജ ചെയ്യുന്നുവെന്ന് പറയുന്ന ഭാഗം അതാണ്. അതിനെ അങ്ങ് മാറ്റിയിട്ട് അതിന്റെ ജീവനെ നല്ലതാക്കിക്കൊണ്ട് നിങ്ങളുടെ പരമ്പരയിലേക്ക് നിർത്തുകയാണ്. അത് അവിടെ നിന്ന് ശുദ്ധി പ്രാപിച്ചിട്ട് 3 കൊല്ലത്തിനകം നിങ്ങളുടെ സന്താനങ്ങളിൽ ജനിക്കാൻ തുടങ്ങും. അത് 28 കൊല്ലം ചെല്ലുമ്പോ അവൻ ഇവിടുത്തെ പൗരനാണ്. അവൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ എല്ലാവർക്കും കണ്ടെന്ന് വരാൻ ഒക്കില്ല. പക്ഷെ അവരുടെ സന്താനം തിരിച്ചു വരും. ഇതിന്റെ ഇരട്ടിയാണ്. അങ്ങനെ ഒരു പരമ്പരാഗതമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുക. അല്ല നിങ്ങളെ വിശ്വസിപ്പിക്കാനോ നിങ്ങളെ അങ്ങ് താലോലിച്ചെടുക്കാനോ ഞാനൊന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. എന്റെ താലോലിപ്പ് എനിക്ക് ദൈവം തന്ന മാർഗം എന്താണോ അത് ചെയ്യാനുള്ള ഒരു കർമ്മം മാത്രമേ എനിക്ക് ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ ചെയ്യുന്നു. പക്ഷെ ഇതിനൊരു കരുത്തും കട്ടിയും ഈ അനുഭവിക്കുന്നവർക്ക് വേണം. അവരത് ചെയ്തില്ലാത്ത പക്ഷം നിങ്ങൾക്കിത് ഇല്ലേ, മുൻപ് എന്റെ കൂടെ നിന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾ അവതാളത്തിൽ അങ്ങ് പറഞ്ഞു മാറിക്കളഞ്ഞാൽ അതൊരു ദുഃഖപ്പെട്ട കഥയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് എനിക്ക് ശരീരത്തിന് സുഖമില്ലെങ്കിലും ഈ നിലയിൽ കൈകാര്യം ചെയ്യാൻ എന്തിനു വേണ്ടിയാണ്? എനിക്ക് ഒന്നിനും വേണ്ടിയല്ല. ദൈവവാക്ക് സത്യമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ മാത്രമേ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളയില്ലെങ്കിലും കൊള്ളായി, എന്റെ കർമ്മം ഞാൻ ചെയ്യും. ഇത് ചെയ്തു തന്നെ അടങ്ങും. പക്ഷെ ഇത് നടപ്പിലാക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരാദ്യ പടിയാണിവര്, ഈ ആണും പെണ്ണും. അവർക്ക് നല്ല ബോധം ഉണ്ടാകണം, അവർക്ക് നല്ല ത്യാഗം ഉണ്ടാകണം, അവർക്ക് നല്ല കർമ്മശേഷി ഉണ്ടാകണം, അവർ നല്ല ജ്ഞാനി വർഗത്തിൽപ്പെട്ട ഒരു പരമ്പരയാണെന്ന് കാണിക്കണം. ഇതാണ് അവരെ ഈ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അത് അവർക്ക് തോന്നുന്നെങ്കിൽ ചെയ്യട്ടെ. എനിക്ക് ചെയ്യാവുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യും, ഇനിയും ചെയ്യും. പിന്നെ അടുത്ത് അവരുടെ രക്ഷകർത്താക്കളും അവരുടെ പരമ്പരയെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ആര് തന്നെ ഇവിടെ വിശ്വസിക്കുന്ന അതൊരു പരമ്പരയാണ്. ഇന്നാരെന്നില്ല, ഇന്ന മാർഗമൊന്നില്ല. അവരാര് വിശ്വസിച്ചാലും അവര് ഇവരുടെ പരമ്പരയാണ്. ഈ പരമ്പരയിലുള്ളവരെ ഞങ്ങളുടെ ഈ പരമ്പരയെ എങ്ങനെ പൊക്കി കാണിക്കണം, എങ്ങനെയെല്ലാം നിലനിർത്തണം, ഏത് നിലയിൽ ഇത് കൊണ്ടുവരണം എന്ന് വാശിയായിട്ട് വീറോടെ പ്രവർത്തിക്കേണ്ട കർമ്മം നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഓരോ കുഞ്ഞിന്റെയാണ്. അപ്പൊ ഇത് ഈ പെൺപിള്ളേരോ ആൺപിള്ളേരോ വെളിയിൽ ചെന്നാൽ
അവരെ ബഹുമാനിക്കാനും ബഹുമാനിപ്പിക്കാനും കഴിയുന്ന ഏതെല്ലാം പദ്ധതിയുണ്ടോ, ഏതെല്ലാം അറിവുണ്ടോ, ഏതെല്ലാം പരിചയമുണ്ടോ, അത് നിങ്ങളിൽ കൂടി മുന്നിൽ വരണ്ട. ഈ പറഞ്ഞ മുൻപ് നടന്ന അവഹേളനങ്ങൾ പുറത്തു പോകും. പോഞ്ഞ പള്ളി പുറത്തെന്നുള്ള നിലയിൽ അത് പൊയ്പോവും. ഇതിന്റെ ഉടമയാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ പറയാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് വിശേഷിക്കും. അതുകൊണ്ട് നിങ്ങൾ നാളത്തേക്ക് ഇതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടേ നിങ്ങളോട് പറയുന്നുള്ളു. ഇതിനു വേണ്ടി ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്കിത് കഴിയുമെങ്കിൽ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ചീത്തയാക്കാതെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് നല്ല വഴി കൊണ്ടുപോകാനുള്ള ആഗ്രഹമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇത് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ഇതല്ലേ നിങ്ങളെ തികച്ചു ഒരു പരമ്പരയുടെ സന്താനങ്ങളാണ് ഞങ്ങൾ. തികച്ചു അത് കൊണ്ടുവരുമെന്നുള്ള വാശിയോടെ വൈരാഗ്യത്തോടെ പ്രവർത്തിക്കാനും അത് ഈശ്വരാർപ്പണമാക്കി മാറ്റാനും അത് ദൈവത്തിന്റെ സ്നേഹം എന്നേക്കും നമുക്കും നമ്മുടെ കൂട്ടർക്കും രാജ്യത്തിനും നാടിനും ലോകത്തിനും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി വേണം നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ഞാനിത് പ്രവർത്തിച്ച് ഞാൻ അതാക്കി ഇതാക്കി ഞാൻ അത് ചെയ്തുകളെ ഇതൊന്നും ധരിക്കരുത്. ഇതൊന്നും ഞാനൊരു തുരുമ്പോളം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കർമ്മത്തിൽ മാത്രം നിന്നും കൊണ്ട് വാശിയോടെ ചെയ്ത് പറ്റിക്കുന്ന ഒരു കർമ്മത്തിന്റെ വാക്കിയായിട്ട് നിങ്ങൾ വരണം. അങ്ങനെ അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കർമ്മമാണ്. നിങ്ങളിത് മനസ്സിലാക്കി എല്ലാവരും ഇതൊന്നൊഴിയാതെ പറഞ്ഞു നമ്മുടെ ഇടയിലേക്ക് ഇതിന്റെ യോഗ്യത ഇന്നതാണെന്നും അതിന്റെ പരമ്പരാഗതമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് നിങ്ങൾ പുരാണത്തിൽ കൂടിയ ഉപനിഷത്തിൽ കൂടിയ വേദത്തിൽ കൂടിയ ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിൽ കൂടിയെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കരുത്തായ അറിവ് നിങ്ങൾ സമ്പാദിക്കണം. അതിൽ കൂടി ലോകത്തിന് ശാന്തി ഉണ്ടാകാനും നമ്മുടെ വീടിന് സമാധാനം ഉണ്ടാകാനും രാജ്യത്തിന് നേട്ടം ഉണ്ടാകാനും ഈ ഒരു കർമ്മമാകട്ടെ എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളൊരു മാസത്തിലൊന്നോ രണ്ടോ തവണ ഈ നിങ്ങളുടെ കൊച്ചുങ്ങളെ വിളിച്ച് ഒന്ന് സംസാരിക്കുക. നമ്മുടെ ദൂരക്കൂട്ടിയുള്ള ആ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നതും ഇന്നിപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് ശമ്പളം കുറവാണ്. അവർക്ക് ആ ശമ്പളം കൊടുക്കത്തക്ക വിധത്തിൽ നമ്മളെന്തെങ്കിലും കൈകാര്യം ചെയ്യും വേണം. അപ്പം അതിനുള്ളിൽ നമ്മൾ ആ ചേർച്ചക്കുറവ് വന്നാൽ ഇതെന്തെല്ലാം വിധത്തിലോ ദോഷത്തിന്റെ ഒരു ഭാഗം പകർന്നെടുക്കുന്ന പോലെ എന്നും നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കണം. അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴപ്പോൾ കാണുന്ന നല്ലതോ ചീത്ത കണ്ടിട്ട് ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾ ഓരോരുത്തരും അവരുടെ കഴിവത്ത് ചെയ്യും. ചിലർ കഴിവിന് അപ്പുറത്ത് ചെയ്യുന്നു, ചിലർ എല്ലാവരും കൂടി അത് നന്നാക്കി ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ഇതിനൊരു സന്യാസി അല്ലെങ്കിൽ ആശ്രമം എന്നുള്ള നിലയ്ക്ക് പരസ്പരം എല്ലാവരും ഒരു സ്നേഹ ആദരവോടെ പെരുമാറി മറ്റുള്ളവർക്കൊരു ആചാരം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. അത് പെണ്ണിലും ആണിലും അത് കഴിയാതിരിക്കുന്നു. ഒന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങൾ ചേർന്നിട്ട് ഇന്ന രീതി ചെയ്യണം. അല്ലാതെ ഓരോരുത്തരും ഓരോ വശം പറഞ്ഞ് ഓരോരുത്തരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇത് നമുക്ക് ഏറ്റവും വലിയ ദോഷമുള്ള ഒരു കർമ്മത്തിലേക്ക് മാറും. അപ്പം ഇത് വരാതെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നത്ര സൂക്ഷിക്കുകയും നമ്മുടെ മക്കളോട് ആ കാര്യങ്ങൾ ജീവിതം കൊണ്ട് എന്ത് സമ്പാദിക്കണം, ആ ആശയത്തിനകത്ത് വളരണം എന്ന് നിങ്ങൾ തന്നെ കുറെ പറഞ്ഞിട്ട് പിന്നെ സന്യാസിമാരോ ആരെങ്കിലും ഒരാള് അവരെല്ലാരെയും വിളിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ടുന്ന ഒരു വിനയവും ഒരു സന്ദർഭോദയുള്ള കർമ്മം അവർക്ക് കിട്ടത്തക്ക വിധത്തിൽ
നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇപ്പം ഇവിടെ അങ്ങനെ ഒരു കാര്യമേ ഇല്ലെന്നുള്ള നിലയിൽ പോവുകയാണ്. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ പോരായ്മ മാറുമെന്ന് നിങ്ങൾക്കോ എനിക്കോ തോന്നാൻ കാരണമില്ലാതെയും. എന്തുകൊണ്ട് നമ്മൾ അത് വളരെ നൊന്തെടുക്കേണ്ട കർമ്മമാണ്. ദൈവകാരുണ്യത്തിൽ അങ്ങനെയൊന്നും വളരെ നോക്കേണ്ടി വരുന്നില്ലായിരിക്കും, അത് വേറൊരു വിഷയം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഈ കുറവ് ഈ വാഴയുടെ മണ്ടയടച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്ന് എടുക്കുന്നതിന് നമുക്കെന്താണ് മാർഗം എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് അന്വേഷിച്ചറിഞ്ഞ് പരസ്പരം കുറവുകൾ എന്താണെന്നൊന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഇത് അങ്ങനെ 1000 പ്രാവശ്യം കൂടിയാലും ഇങ്ങനെ നിങ്ങൾ പരസ്പരം ഒരറിവിനും പരിചയത്തിനും കഴിയാതിരുന്നാൽ ഇതുപോലെ കൂമ്പടഞ്ഞ വാഴ പോലെ നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും മാത്രമല്ല, ഇത് നമ്മൾ കാഴ്ചവെക്കുന്ന ദൈവനിശ്ചയത്തിൻ്റെ ഒരു പാരമ്പര്യം നടപ്പിലാക്കാൻ വേണ്ടി നമ്മളാലാവും വിധം എന്ത് ചെയ്യാം, അത് ഭാവിയിൽ എന്തായി വന്ന് ഇന്നിരിക്കുന്ന കർമ്മമാർഗത്തിൽ എന്തു മാറ്റം വരണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ കർമ്മത്തിൽ തെറ്റുവരുമെന്ന് കർമ്മം ചെയ്യുന്നവനല്ലേ അറിയാനൊക്കൂ. അപ്പോൾ ഒന്നും അറിയാതെ നല്ല കാര്യം പറഞ്ഞങ്ങ് ആഹ്ലാദിപ്പിക്കാൻ എല്ലാവരും കഴിയും, ആർക്കും കഴിയും. പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ധർമ്മവും ഇല്ല കർമ്മവും ഇല്ലാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് നിങ്ങളുടെ ഒരു അറിവില്ലായ്മയാണ്. ഈ അറിവുകേടിൽ നിന്ന് മാറ്റാൻ പല പ്രാവശ്യം നിങ്ങളെ വിളിച്ചു പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കത് തോന്നിയോ തോന്നാതിരുന്നോ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ ഒരു മാന്യതയും ഒരു പ്രൈവറ്റ് സംഭാഷണങ്ങൾ നോകാത്ത വിധം, മറ്റേ പ്രൈവറ്റ് പറഞ്ഞു പിന്നെ നോവുന്ന വിധത്തിൽ വരരുത്, നോകാത്ത വിധത്തിൽ അങ്ങനെ പറഞ്ഞു പരസ്പരം അന്യോന്യം കാണിച്ചും ആ സ്നേഹത്തിൻ്റെ മഹിമ എന്താണെന്ന് മനസ്സുകൊണ്ട് എടുത്തൊരറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ലത് ചെയ്താലും കാണാനുള്ള ആളും കാണുകയില്ല, കാണുന്നവർക്കത്ത് ഒരു മാന്യതയുടെ കണ്ടെടുക്കാനുള്ള ഒരു പരിചയവും വരില്ല. അപ്പം ഇത് പ്രവൃത്തിയിൽ വന്നുപോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പം നിങ്ങൾക്കത് മനസ്സിലായി ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ലോകത്തെവിടെ നടക്കുന്നതിനേക്കാളും ഒരു വലിയ നിശ്ചയം നടപ്പിലാക്കാനാണ് നമ്മുടെ ഈ ഒത്തുകൂടിയുള്ള താമസവും അതിനുള്ള പ്രയാസങ്ങൾ നീക്കി എങ്ങനെ എടുക്കാമെന്ന് പഠിക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്താലേ അത് മനസ്സിലാവൂ, അല്ലെങ്കിൽ മനസ്സിലാകില്ല. അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ തെറ്റ് വരും. തെറ്റിനെ തിരുത്താൻ നമുക്ക് നമ്മുടെ കൂടെയുള്ളവർക്കും കഴിയുന്ന ഒരു കർമ്മത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. അപ്പം അങ്ങനെയുള്ള മാറ്റം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയാതെ വരും. പിന്നെ ചെയ്യുന്നതൊക്കെ മര്യാദ
പോരായ്മയിൽ പെട്ടിട്ട് നമുക്ക് തന്നെ സ്വയം പ്രാപ്തി നഷ്ടപ്പെടുകയും അതേസമയം മറ്റൊരാൾക്ക് നന്മ ഇല്ലാതെയാകുകയും ചെയ്യുന്ന ഒരു കർമ്മത്തിലേക്ക് നീങ്ങിപ്പോവും. കാരണം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽപ്പെട്ട ഒരു കർമ്മമാണ് മതവും ജാതിയും. ഈ മതത്തിന്റെ തള്ളല് ജാതിയുടെ വർഗമായ ക്രൂരതയും കൊണ്ട് അവശത പ്രാപിച്ച മക്കളാണ് നമ്മൾ. അപ്പൊ നമുക്കിതിൽ നിന്നൊന്ന് പിന്മാറാൻ വേറൊരു വഴി തുറന്നെടുത്ത് നമുക്ക് പ്രവർത്തിച്ചൊതുക്കാൻ കർമ്മം ഉണ്ടാക്കലാണ് ദൈവം തന്നിരിക്കുന്ന ഈ വഴി. അതുകൊണ്ടാണ് ഇത്രയും ബന്ധപ്പെട്ടൊക്കെ നീ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ 4, 5, 10 പേര് ഇവിടെ കഴിഞ്ഞാൽ മതി, ഇവിടെ കഴിയാനുള്ള വക വരും, കുറച്ച് കൂടുതലും വരും. വരുന്നവരെ ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു അതിഥി മര്യാദ സ്വീകരിച്ചയച്ചാൽ മതി. പക്ഷെ ഇതല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ തികച്ചും ഒരു മാന്യത പുലർത്താൻ വേണ്ടി കഴിഞ്ഞുപോയ ആചാരങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ വരുംകാലങ്ങളെ തീർച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കർമ്മം ഉറപ്പിക്കുകയാണ്. ഇപ്പൊ ഈ വശം നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്തില്ലെങ്കിൽ ഇതേതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വന്നിട്ട് നമുക്ക് ആർക്കും നന്മയില്ലാത്ത കർമ്മത്തിലേക്ക് പോകേണ്ടി വരും. അത് ദോഷമാണ്. അങ്ങനെ വരാൻ പാടില്ല. നമ്മളൊരു ഉറപ്പെടുക്കുക. ഇന്ന് ഈ നിമിഷം മുതൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്ത്, ഇപ്പൊ പരസ്പരം പെണ്ണാണ് കണ്ട നമ്മൾ അതവിടെ ചെയ്ത് ഇന്നതുപോലെ ആയിരിക്കണം ഒന്ന് നോക്കിക്കോണേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയാനും ആ സ്നേഹത്തിന്റെ ബന്ധം നിലനിർത്താൻ നമുക്ക് ആവശ്യപ്പെട്ട ഒരു കർമ്മത്തിലൊന്നാണത്. അതോടൊപ്പം നിങ്ങളുടെ കുട്ടികളത് കണ്ടുപിടിച്ചിട്ട് അച്ഛനോടോ അമ്മയോടോ ഇവിടെയുള്ള ആരോട് പറഞ്ഞാലും അത് പരസ്പരം അവരറിയും. അത് നമുക്കൊരു മോശമായിട്ട് വരും. ആ ഒരു പേടിയിലെങ്കിലും അവര് സ്നേഹം പ്രാപിക്കാൻ നോക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും നമുക്കെന്ത് ചെയ്യാം? അല്ലെ നമ്മൾ വീടോടെ ഇവിടെ വന്ന് താമസിക്കുന്ന കർമ്മത്തിൽ എന്ത് ഫലം? നമ്മുടെ ജീവനും നമ്മുടെ കൂടെയുള്ളവർക്കും വേണ്ടി വന്ന നമ്മളെ വളർത്തി വിട്ട ആ മാതാപിതാക്കൾക്കെങ്കിലും ഒരു നന്മ നാം പൈസ കൊടുക്കുകയല്ല, അവരുടെ ജീവനിൽ ഒതുങ്ങി വരേണ്ട ആ കാര്യങ്ങൾ എങ്ങനെ വരണമെന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും അവരിൽ കൂടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു ധർമ്മബുദ്ധി നിങ്ങളിൽ കൂടി കണ്ടില്ലെങ്കിൽ ഒരിക്കലും നേരെയാകാൻ കഴിയില്ല. ഓരോരുത്തരും ബുദ്ധിയും കഴിവുള്ളവരായിരിക്കില്ല. കുറെ ആളുകൾ ബുദ്ധിയോ കഴിവുണ്ടായിരിക്കും, കുറെ ആളുകൾക്ക് വിദ്യ ഉണ്ടായിരിക്കും. ആ വിദ്യയ്ക്ക് തക്കവണ്ണം ബുദ്ധി കണ്ടില്ലെന്നിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവന് വിദ്യ കണ്ടില്ലെന്നിരിക്കും. ഇതെല്ലാം കൂടി ജോഡിച്ചു കൊണ്ടുവരാൻ നമുക്കൊരു ഒത്തൊരുമയുടെ പാതയിൽ നിന്നിട്ടേ നമ്മൾ ചെയ്യാവൂ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്താലും ഇത് കുഴയും. അപ്പം അതിനിടം വരുത്താതെ ഒരു തീർപ്പെടുത്ത് നിങ്ങൾ മാറുക. അത് ഇന്നതൊക്കെ ചെയ്യും, എന്നതൊക്കെ ചെയ്യണ്ട എന്ന് പരസ്പരം അറിയാനുള്ള ഒരു കർമ്മ പദ്ധതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം.
അതുപോലെ ഇവിടെ ഇപ്പൊ ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു. പെണ്ണാണോ? ഇപ്പൊ പെണ്ണുങ്ങള് തമ്മിൽ അതൊന്ന് ആലോചിച്ചിട്ട് ഇന്ന കുറവുണ്ടല്ലോ, അത് നമുക്കൊന്ന് പറഞ്ഞു നോക്കി കുറയുന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇപ്പൊ നമ്മളുടെ കഴിവ് ശരിയല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. അതുപോലെ ഇപ്പൊ സാറിനെ വിളിച്ചു വരുത്തി സാറിന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളും വിശേഷിച്ചും നമ്മുടെ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു മഹത്വം തോന്നിയുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതും നമ്മളെ അദ്ദേഹത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന രീതിയല്ലാത്ത ഏത് കാര്യവും നമ്മൾ നടപ്പിലാക്കരുത്. അത് കമ്മിറ്റിയിലാണ്. അങ്ങനെ ആരെങ്കിലും കേൾക്കുമ്പോൾ അറിയാമല്ലോ ഇതേതോ ഒരു ചായവിൽ നിന്ന് വരികയാണ്. അപ്പോഴേ നിങ്ങളെ എണീറ്റ് പറയണം, ഇങ്ങനെ സംസാരിക്കരുത്, ഇത് ശരിയല്ല. കാര്യം പറയാം. മറ്റു രീതിയിൽ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ബോർഡ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുക്കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു തെറ്റും കുറ്റവും തിരുത്താൻ വേണ്ടി പറയുമ്പോൾ അത് കുറെ ക്ഷോഭത്തോടെ വിനയമില്ലാത്ത കർമ്മത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് തികച്ചും ഒരറിവില്ലായ്മ കൊണ്ടേ എത്തിക്കും. അപ്പം ഇത് വരാൻ പാടില്ല. അതിന് നമ്മളെല്ലാ ദിവസവും പരസ്പരം രണ്ടുപേര് തമ്മിലെങ്കിലും പറഞ്ഞ് ആ കുറവുകൾ തീർക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളിലെ കൂടി ലോകത്തിന് എന്തെങ്കിലും ഒന്ന് കാഴ്ചവെക്കണം എന്നൊരോർമ്മയും നിങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ എന്നല്ല എവിടെയും താമസിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് കഴിയണം. ആ രീതിയിൽ എല്ലാവരും ചിന്തിച്ച് ഇപ്പോൾ ഒരു വീടെന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരുടെ മക്കളെങ്കിലും നന്നായി കിട്ടിയില്ലേ ഞാൻ ചെയ്യുന്നതുകൊണ്ടെന്ന് എന്താ ഫലം? അപ്പം ഇതിനെന്താണ് മാർഗമെന്ന് നമ്മൾ പരസ്പരം ആലോചിക്കാനുള്ള, അഥവാ നിങ്ങൾ പറഞ്ഞേ കേട്ടില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ, പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞ് ഇവിടെ പറയേണ്ടതാണെങ്കിൽ ഇവിടെ ഈ കാര്യം നടത്തിക്കുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എന്നിട്ട് നടക്കുന്നില്ല എന്ന് മാത്രമുള്ള കാര്യമേ എൻ്റെ അടുത്ത് വന്ന് പറയാവൂ. കാരണം എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല. ഒരു വ്യക്തിയെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് രണ്ട് വ്യക്തി നിൽക്കുകയാണ്. അപ്പം ആരോടും ഒന്നും സംസാരിച്ച് നേരെയാക്കാൻ കഴിയുന്നില്ല. പിന്നെ ഈ ആശയം അറിയാൻ വയ്യാത്തതുകൊണ്ട് വരുന്നവരോട് എന്നും ഒരേ കാര്യം തന്നെ പറഞ്ഞ് പുതുക്കുക എന്നുള്ള ഒരു കർമ്മത്തിൽ നിൽക്കുകയാണിപ്പോൾ. അത് നിങ്ങൾ പ്രവർത്തിച്ചൊതുക്കാത്തതുകൊണ്ട് എനിക്ക് മറ്റു കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാൻ കഴിയാതെ വരുന്നു. ഇത് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു ആദ്യമേ, വീട് വിട്ട് നാട് വിട്ട് നമ്മൾ വന്നിരിക്കുക. നമുക്ക് നമ്മുടേതായ ഒരു കർമ്മങ്ങൾ ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ കുട്ടികളിൽ കൂടി ലോകത്തിന് വിളംബരം ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അത് തെറ്റ് ചെയ്താൽ ഏറ്റവും വലിയ നീചമായി പോകും, ശരി ചെയ്താൽ ഏറ്റവും വലിയ നന്മയായിത്തീരും. അപ്പം ഇത് നമുക്ക് മനസ്സിലാകാനുള്ള ഒരറിവിൽ മാത്രം നമ്മൾ തേടിയെടുക്കുക. മറ്റതൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് എന്താണോ വേണ്ടത് അതൊക്കെ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ ഈ
പലപ്പോഴും പലതായിട്ട് വീഴ്ച വന്നിട്ട് നിങ്ങൾ ചേർച്ചയില്ലാത്തവരായി പോകുന്നു. അത് വരാൻ പാടില്ല. ചില തെറ്റും കുറ്റമൊക്കെ നമുക്ക് കാണും. എല്ലാം തീർത്ത ഒരു മനുഷ്യനെ കാണുകയില്ല. അത് നമുക്ക് ഓരോരുത്തർക്കും കാണും, ഓരോ തെറ്റും കുറ്റവും. ഇതൊന്ന് മാറിയെടുക്കാനാണ് നമ്മൾ ഇപ്പോഴുള്ള ശ്രമം. അത് ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് പോകാനാണ്. അപ്പം നമ്മൾ എത്ര ത്യാഗപ്പെടണം, എത്ര കഷ്ടപ്പെടണം. നമ്മുടെ പൂർവ്വന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന ആ കർമ്മത്തെ അഴിച്ചു കളയാൻ തന്നെ നമുക്ക് എന്ത് വേദനയുണ്ട്. അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ടൊരു ജീവിതമെങ്കിലും കാണിച്ചു കൊടുക്കാതെ ഒരു ദിവസം 2 ദിവസം നല്ല കാര്യം ചെയ്തിട്ട് പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടി ചീത്ത കാര്യം ചെയ്യാം. നമ്മളെവിടെ ചെന്നെത്തും? അപ്പം നമുക്കതിനൊരു പരിചയവും തഴക്കവും പരസ്പര ധാരണയും ഉണ്ടായിട്ട് നമ്മളത് നടപ്പിലാക്കാൻ നോക്കുക. ഇത് വളരെ ദിവസം കൊണ്ട് നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ സമയം കിട്ടാതെയും എനിക്ക് ശാരീരികമായ അസുഖമുള്ളതുകൊണ്ട് സമയത്തിനൊത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങളത് അറിഞ്ഞ് പ്രവർത്തിച്ചെടുക്കാനും നിങ്ങൾ തയ്യാറില്ലെങ്കിൽ ഇത് പിന്നെ എന്തിനു പ്രവർത്തിപ്പിക്കണം? അപ്പം ഇതെല്ലാം കൂടി നിങ്ങളൊന്ന് കണക്കിലെടുത്ത് പ്രവർത്തിച്ചറിഞ്ഞെടുത്താൽ ഒരു വലിയ കാര്യത്തിൻ്റെ തുടക്കം നമ്മൾ കുറിച്ചെന്നാവും. അത് നമ്മുടെ രാജ്യത്തല്ല, നമ്മുടെ അയൽ രാജ്യം മാത്രമല്ല, ഉലകത്തിൻ്റെ ഒരു നാന്ദി കുറിക്കുന്ന ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ട് നമുക്ക് ഏറെക്കുറെ ചില കുറവുകളൊക്കെ കാണും. പക്ഷെ അതല്ല, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വരാൻ അനുവാദം കൊടുക്കരുത്. നമ്മൾ അത് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകേണ്ടവരാണ് പൊയ്ക്കോട്ടെ, ഇനി എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് ഈ വിക്രിയൊക്കെ അധികാരം മൂപ്പിക്കുന്ന കാര്യമൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുക, ഒരുപോലെ പ്രാർത്ഥിക്കുകയും ഒരുപോലെ കർമ്മം ചെയ്യുന്ന സ്ഥാനത്ത് സ്നേഹം പ്രാപിക്കുകയും വേണം. ഇല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യുന്നത് കുടം കമത്തി വെച്ച് വെള്ളമൊഴിക്കുന്ന പോലെ ആയിപ്പോകുന്നതാണ്. ഇവിടെ ചില ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതെന്താ ആയിക്കോട്ടെ, നിങ്ങൾ മേലിൽ ചെയ്തെടുക്കേണ്ട കാര്യത്തിൽ 1, 2, 4 വാക്കിൽ പറഞ്ഞിട്ടങ്ങ് പോവുക. സന്യാസിമാരാരെങ്കിലും ഗൃഹസ്ഥാശ്രമങ്ങളുടെ കൂടെ നിന്ന് ചില കാര്യങ്ങളെല്ലാം അവർ ചില ഉപദേശങ്ങൾ നമുക്ക് തരും എന്ന് ഗുരുവിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഞാൻ അറിയുന്നു. അതെന്തായാലും നടപ്പിലായില്ല. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഇപ്പം ഇന്ന് ബോധ്യപ്പെട്ടു. ഇന്ന് ആദ്യം ഒരു ജന്നി എൻ്റെ അടുത്ത് പറഞ്ഞു, ഗൃഹസ്ഥാശ്രമങ്ങളായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് സംസാരിക്കുമ്പോഴേക്കൊക്കെ ചെയ്തല്ലോ, ഇത് ഗുരുവില്ലാണ്ട് നമുക്ക് പലതും ചെയ്യാനൊക്കുമോ? ഗുരുവിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കുകൊള്ളും. രാത്രി 12 മണിക്കുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നവരെല്ലാം വരും. സാധിക്കാത്തവർ വീട്ടിലെങ്കിലും ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ലല്ലോ എന്നവരെന്ന് ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്ക് അത്രയേ വിവരമുള്ളൂ, അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ഇവിടെ അറിയിക്കാൻ എനിക്ക് അനുവാദം തരാം. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ വിഷയങ്ങൾ. പരസ്പരം യോജിപ്പില്ലായ്മ വളരെ രൂക്ഷമായിരിക്കുന്നു. കർമ്മം ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ മാനിക്കുന്ന പ്രവണത പോലും ഇല്ലാതായിരിക്കുന്നു. ആശ്രമം സന്ദർശിക്കുന്ന വിശ്വാസികളിൽ ത്യാഗഭാവം പകർത്താൻ സാധിക്കാത്തത് നമ്മൾ കുറ്റബോധത്തോടുകൂടി സമ്മതിക്കുന്നു. ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണമായി തോന്നുന്നത് ആശ്രമ അന്തേവാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടി സന്യാസിമാരുൾപ്പെടെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന ഗുരുനിർദ്ദേശം ലംഘിച്ചതാണെന്ന് ബോധ്യപ്പെടുന്നു. ആശ്രമകാര്യങ്ങളിൽ ഗൃഹസ്ഥാശ്രമികളുടെ ചുമതലകൾ ഏതൊക്കെ നിലയിൽ
കൈകാര്യം ചെയ്യണമോ അത് നിർവഹിക്കാൻ ഗൃഹസ്ഥാശ്രമ സമൂഹം ഉണ്ടാക്കാൻ ഗുരുവിന്റെ നിർദ്ദേശത്തിന് കാത്തിരിക്കുകയാണ്. ആശ്രമത്തിന്റെ ഗൃഹസ്ഥാശ്രമികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അവരുടെ അഭിപ്രായം ആരായുന്ന പ്രവണത ഇല്ലാതായി. അത് പൂർണ്ണമായി നടപ്പാക്കാൻ ഇന്ന് കൂടിയ ഗൃഹസ്ഥാശ്രമികൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിനുവേണ്ടി പ്രതിജ്ഞ എടുക്കുകയാണ്. ഒരറിവ് നമ്മളെ പരസ്പരം പ്രവർത്തിച്ചു വരുമ്പോഴേ അറിയൂ. നമുക്ക് വളരെയധികം കാര്യങ്ങൾ സൂക്ഷിച്ചെടുക്കാനുണ്ട്. എന്തുപോലെന്നാൽ നമ്മളിലെ ഇന്നൊരു പുതിയ വിഷയം ഉരുക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ആ സ്വരുക്കൂട്ടി വന്നിരിക്കുന്ന വിഷയത്തിൽ കരുവായി ഉരുപ്പിടിപ്പിക്കാൻ നമ്മുടെ കഴിവ് വളരെ ദുർലഭമാണ്. ഈ കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു സ്നേഹം ആ കർമ്മത്തിന് കൊടുക്കുക എന്ന് മാത്രമാണ് ഇതിനുള്ള വിജയിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഓരോരുത്തർ കുറേയൊക്കെ ചെയ്ത്, കുറേയൊക്കെ കണ്ട്, കുറേയൊക്കെ പോയി, കുറേയൊക്കെ കളഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എന്തെടുക്കാം എന്നൊരറിവെങ്കിലും നമ്മൾ സമ്പാദിക്കണം. ആ അറിവ് സമ്പാദിച്ചിട്ട് മൊത്തമായിട്ട് പ്രവർത്തിച്ച് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറവുകൾ കുറേച്ചേ മാറുകയും നന്മയുടെ വശങ്ങൾ നമുക്ക് ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. അപ്പോഴും നമുക്ക് അപ്പോഴപ്പോഴും തിരുത്താനുള്ള ഒരു വാശിയും സ്നേഹവും വൈരാഗ്യവും അതോടൊപ്പം നമുക്ക് വളർന്നു കിട്ടും. അല്ലാതെ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും അത് നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്ത് ചെന്ന് അത് അറിവില്ലാത്ത ഭാഗത്തേക്ക് പോകുമെന്നല്ലാതെ, കാരണം നമുക്ക് അതിനൊക്കെ അറിവില്ല, പരിചയമില്ല, പഴക്കമില്ല, ചെയ്ത് ഒരു ത്യാഗ സ്വഭാവം വന്നിട്ടില്ല, ഒന്നും ഉള്ള ഒരു കൂട്ടം ജനങ്ങളല്ല നമ്മൾ. എന്നാൽ നമുക്ക് വേറൊരു പ്രവണത വളർന്നു കാണുന്നുണ്ട്. മറ്റൊരാളോട് പിന്നെ ഒരുത്തൻ്റെ കുറ്റം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചേർന്ന് പിന്നെ 4 പേരെ കൂടി ചേർത്ത് ആ ആളിൻ്റെ കുറ്റത്തെ മാത്രം വിതുമ്പി പറയുക. അതേസമയം ഇങ്ങനെ ഒരാൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ട്, നമ്മൾ അതുപോലെ ചെയ്തിട്ടില്ല, ആ ചെയ്ത കാര്യങ്ങളിൽ നമുക്ക് എന്തെല്ലാം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല, അതിരിക്കട്ടെ, അതിനുള്ള കുറ്റവും കുറവും തീർത്ത് നമുക്കതൊന്ന് ചെയ്തെടുക്കാൻ ഒരു താല്പര്യം വരത്തക്ക വിധത്തിൽ നമ്മുടെ കൊച്ചുമക്കൾ മുതൽ വലിയ അമ്മമാർ വരെ ഇതിനെ ഒരു തൃപ്തമായ കർമ്മം കാഴ്ചവെക്കാനുള്ള ഒരു ഏറ്റവും വാശിയേറിയ കർമ്മത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അത് നമ്മൾ ആ വാശിയോടുകൂടി എടുത്താലേ നമുക്കത് നന്മയിലെത്തിക്കാൻ കഴിയും. അല്ലെങ്കിൽ കുറേ പ്രവർത്തിച്ചൊതുക്കി വരുമ്പോൾ, അല്ലെങ്കിൽ നെല്ല് വിളഞ്ഞ് പരുവാകുമ്പോൾ മട പൊട്ടി സകലതും വെള്ളത്തിലായിപ്പോയെന്ന കാര്യമുണ്ട്. ഒരു മലവെള്ളപ്പൊക്കം വന്നാൽ മതി, അതോടുകൂടി എല്ലാം പോയി. അപ്പം നമ്മുടെ ഓർമ്മയിലിരുന്ന കാര്യസാധ്യങ്ങളെല്ലാം മറിഞ്ഞു പോകും. അപ്പം അത് വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഈ കൂടി അറിഞ്ഞ് പ്രവർത്തിക്കണം. അത് എന്തൊക്കെയാണ്? സന്യാസിമാരുടെ ഇതുവരെയുള്ള കുറവ്, ഗൃഹസ്ഥാശ്രമികളുടെ ഇതുവരെയുള്ള കുറവ്, ബ്രഹ്മചാരിയായിട്ട് പോയ ആളുകളുടെ
അനവധി ആളുകളുടെ കുറവ്. ഇതെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിച്ച് ഒരു നല്ല നാളെ പങ്കുവയ്ക്കാനുള്ള ഒരു കർമ്മഗതി നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. എനിക്കാണെങ്കിൽ ഇപ്പം നിങ്ങളോട് ഇതെല്ലാം വന്ന് പറഞ്ഞ് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കഴിവില്ലായ്മയുണ്ട്. ഈ കഴിവില്ലായ്മ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് പ്രവർത്തിച്ച് കണ്ടാൽ ആ കഴിവില്ലായ്മയ്ക്ക് ഒരു നന്മയുണ്ടാകും. പക്ഷെ ഇത് നിങ്ങൾ പ്രവർത്തിക്കുകയില്ല. ആരെങ്കിലും കുറ്റം ചാരി നല്ലവരാകാൻ തുടങ്ങുന്ന ഒരു കർമ്മത്തിൽ നിന്നാൽ എങ്ങനെയാണ് ഇത് വളർന്നു വരിക? അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞതിൽ സന്തോഷം തോന്നുന്നു. പക്ഷെ അത് വിട്ടുപോകാതിരിക്കാൻ ആണും പെണ്ണും ശ്രദ്ധിച്ച് പെരുമാറുകയും അതിൽ നമ്മുടെ കുട്ടികളിലോ നമ്മളിലോ തന്നെ ഏതെങ്കിലും അറിവുകേട് വരുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ഒന്ന് തിരുത്തുകയും മറ്റൊരാൾ കാണുമ്പോൾ അത് നമുക്ക് ഇന്നതുപോലെ ചെയ്യാം എന്നൊരറിവുണ്ടാക്കുകയും ചെയ്യുന്ന കർമ്മത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഭാഗത്ത് നിങ്ങൾ വളരെ താഴെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്ന് കണ്ടറിഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോട്ടെ, മറ്റൊരാളെ ഏൽപ്പിച്ച് ചെയ്യാനും കൂടി നിങ്ങൾക്ക് കഴിവില്ലാത്തവരായി മാറിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ കർമ്മത്തിന്റെ കുറവ് മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും ഒത്തുചേരുന്നു. ഏതിനു പോയാലും അവിടെ എല്ലാം തടസ്സം, വിഷമം, പ്രയാസം. ഇപ്പോഴെന്ന് പറയുന്നത് 6 മാസം കഴിഞ്ഞാലും നമുക്കത് ഒക്കാത്ത വിധത്തിൽ കർമ്മം വന്ന് ചേർന്നിരിക്കുകയാണ്. മറ്റുള്ളത് ഞാൻ എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അതാ ദിവസത്തിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. അതപ്പോഴും നടക്കുന്ന ഒരു പ്രയോഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളെല്ലാം കൂടി വന്ന് ഇത്ര ആളുണ്ടായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ ആ ജീവിതത്തോടുള്ള ബന്ധം, നിങ്ങളുടെ വീടിന്റെ സൽപ്രവൃത്തിയിലുള്ള മക്കളും ഭാര്യയായിട്ട് കർമ്മം ചെയ്യേണ്ട ആ ധർമ്മം നിങ്ങൾ ഒഴിച്ചു വെച്ചും കൊണ്ട് വേറൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് വേറൊന്നും കൊണ്ട് ഉയരാൻ കഴിയില്ല. അപ്പൊ ഇതെല്ലാം കൂടി ഉയർന്ന് ഒത്തു ഇണങ്ങിക്കിട്ടിയ ഒരു കർമ്മഭാഗത്താണ് നമുക്ക് ജനിക്കാൻ ദൈവം അവസരം തന്നത്. അതുകൊണ്ടത് ബ്രാഹ്മണനും ചണ്ടാളനും അതിനിടയിൽ എന്തെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും തന്നെ ഒരു നല്ല നാളെ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു അർപ്പണ മനോഭാവത്തോടെ നിങ്ങൾ ഈ നിമിഷം മുതൽ ജീവിച്ച് കാണാനും അത് ആ ജീവിതം നിങ്ങൾ മറ്റെല്ലാവർക്കും കാഴ്ചവെക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ഓർമ്മയുടെ കൂടി പിരിയണം. അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ ഉള്ള വാശി വരില്ല.